ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ, നമുക്കൊരു കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം. എല്ലാവരും നിൽക്കട്ടെ. ഹലോ സാർ, ഇന്ന് ക്ലാസ് അല്ലല്ലോ, വേറെ ഇതല്ലേ? ഹലോ, എൻ്റെ വോയിസ് കേൾക്കാവോ? യെസ്, കേൾക്കാം. കേൾക്കാം. അശ്വിൻ ജോയിൻ ചെയ്തിട്ടില്ലല്ലേ? അശ്വിനെ ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഓക്കെ. സോ നമുക്കൊരു 2 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം. ആരെങ്കിലും ഒന്ന് ഡിലേ ഉണ്ടെങ്കിൽ അവരൊന്ന് കയറിക്കോട്ടെ. ബാക്കി നിങ്ങൾ പുതിയതായിട്ട് ജോയിൻ ചെയ്തവരോട്, ഞാനും അശ്വിനുമാണ് ഇതിലിപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ള മെൻറ്റേഴ്സ്. എൻ്റെ പേര് അജയ് ദേവ് എന്നാണ്. സോ മറ്റേ മെൻറ്റർ അശ്വിനുണ്ട്. ഞങ്ങൾ രണ്ടുപേരും മേൺസ്റ്റാക്ക് മെൻറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പം കൂടുതൽ കാര്യങ്ങൾ അശ്വിൻ സംസാരിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഡെവലപ്മെന്റ് സെക്ഷൻ അല്ല, പ്രൊജക്ട് ഓറിയന്റേഷൻ ആണ്. എല്ലാവരും കണ്ടല്ലോ? കണ്ടിരുന്നു സാർ. ഓക്കെ, അതായത് നമ്മുടെ പ്രൊജക്റ്റും സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഡെവലപ്മെന്റ് സെക്ഷനിൽ ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് ഗ്യാപ്പ് വേണമെന്ന് പറഞ്ഞ സമയം നമ്മൾ സെഷൻസ് കുറച്ച് ഗ്യാപ്പ് എടുക്കാന്ന് വെച്ചു. അപ്പൊ അതിന്റെ ഇടയിൽ തന്നെ നമ്മൾ പ്രൊജക്റ്റും സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. പ്രൊജക്റ്റിൽ അപ്പൊ ഇനീഷ്യൽ ടൈമിൽ ചെറിയ ചെറിയ ടാസ്കുകളായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ നമുക്ക് എളുപ്പമായിട്ട് എല്ലാം ചെയ്തു പോകാൻ പറ്റും. ഓക്കെ, ഞാനൊരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ? സാർ കാണാം. സാർ കാണാം. ഓക്കെ, അപ്പൊ നമ്മൾ പ്രൊജക്ട് ചെയ്യുന്നത് മേൺ സ്റ്റാക്ക് പ്രോജക്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതില് ബാക്ക് എൻഡ് ആയിരിക്കും ആദ്യം ചെയ്യുന്നത്, എന്നിട്ട് ഫ്രണ്ട് എൻഡിലേക്കാണ് നമ്മൾ വരുന്നത്. എല്ലാവരും ഒരു യൂണിഫോം ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ എല്ലാവരും ചെയ്യുന്നത്, പ്രൊജക്ട് ചെയ്യുക. അതായിരിക്കും പ്രൊജക്ട് പോകുന്ന ഫ്ലോ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ പ്രൊജക്റ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ എയിം എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു മേൺ സ്റ്റാക്ക് പ്രൊജക്ട് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എയിം എന്ന് പറയുന്നത്. ആർക്കിടെക്ചർ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടാവും. ബാക്ക് എൻഡിലാണെങ്കിൽ നമ്മൾ MVC ആർക്കിടെക്ചർ അത് ഫോളോ ചെയ്യുന്നുണ്ടാവുക. അതായത് മോഡൽ, കൺട്രോളർ, റൗട്ടർ ഒക്കെ ആയിട്ടുള്ള രീതിക്ക് നമ്മളിപ്പോൾ പഠിച്ചു പോകുന്ന രീതിയാണ്. സെക്യൂരിറ്റി കാര്യങ്ങൾ നമ്മൾ ചെയ്യണം നമ്മുടെ പ്രൊജക്റ്റിൽ. നമ്മളിപ്പോൾ ഒതന്റിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ പ്രൊജക്ട് ബിൽഡ് ചെയ്യാനായിട്ട്. അതുപോലെ നമ്മൾ ചെയ്ത പ്രൊജക്ട്, നമ്മൾ ബിൽഡ് ചെയ്യുന്ന പ്രൊജക്ട് നമുക്ക് ലോക്കലായിട്ട് മാത്രം ചെയ്താൽ പോരാ, അത് ഡിപ്ലോയും ചെയ്യേണ്ടി വരും. അതായത് ഒരു ആയിട്ടുള്ള ഓഡിയൻസിന് ഇത്
വ്യൂ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഡിപ്ലോയ്മെന്റ് കൂടി ചെയ്യേണ്ടി വരും. ഡിപ്ലോയ്മെന്റ് നമ്മൾ വേഴ്സൽ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലാസ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഇടയിലൊക്കെ ആയിട്ട് നമുക്ക് അതിൽ ബാക്കി എടുക്കാത്ത കാര്യങ്ങളൊക്കെ അതിൽ കവർ ചെയ്യാം. ഓക്കെ. പിന്നെ മേൺ സ്റ്റാക്ക് ഇതിപ്പോ പറയുന്നുണ്ട്. ടെക് സ്റ്റാക്ക് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഡാറ്റാബേസ് MongoDB തന്നെ ഉപയോഗിക്കണം. ബാക്ക് എൻഡ് ക്രിയേറ്റ് ചെയ്യാൻ എക്സ്പ്രസ് നോഡ് തന്നെ ഉപയോഗിക്കണം. ഫ്രണ്ട് എൻഡ് റിയാക്ട് തന്നെ യൂസ് ചെയ്യണം. എന്തുകൊണ്ടാണ് എടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ റിയാക്ടിന് പകരം HTML CSS വെച്ച് ചെയ്യാമെന്ന് വിചാരിക്കരുത്. നമ്മൾ പറഞ്ഞത് അത് ഈ സ്റ്റാക്ക് തന്നെ യൂസ് ചെയ്ത് ചെയ്യണം. ഓക്കെ. പിന്നെ പ്രൊജക്ടിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1 month ആയിരിക്കും പ്രൊജക്ടിന്റെ ഡ്യൂറേഷൻ. ഇതിന്റെ ഇടയിൽ നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ഇപ്പൊ ഞാനും ഇപ്പൊ ഇതുപോലെ ഇപ്പൊ ഗ്രൂപ്പിൽ കണ്ട ഈ കോളിലുണ്ടായിരുന്നു അജയ് എന്ന് പറഞ്ഞിട്ട് മെന്റർ ഉണ്ട്. അപ്പൊ ഞങ്ങളായിരിക്കും കൂടുതൽ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത്. നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് സ്റ്റക്ക് ആയി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. സ്ലാക്കിൽ ഞങ്ങളുടെ ചാറ്റ് ഉണ്ടായിരിക്കും. അതിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ട് എന്തെങ്കിലും സ്റ്റക്ക് ആയി നിൽക്കുകയാണെങ്കിൽ ഞങ്ങളോട് കോൺടാക്ട് ചെയ്ത് ഗൈഡൻസ് ഒക്കെ കിട്ടുന്നതായിരിക്കും. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഗൈഡൻസ് നോക്കരുത്. നമ്മളിപ്പോൾ പ്രൊജക്ട് ഡെവലപ്മെന്റ് സെക്ഷനിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കവർ ചെയ്ത് പോകുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ സെൽഫായിട്ട് ആദ്യം കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. റിസർച്ചിങ് സ്കില്ലും നിങ്ങളെ ഇംപ്ലിമെന്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വന്നാലും മെന്റർ എന്നുള്ള രീതിക്ക് എടുക്കാതെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എല്ലാം ചെയ്ത് നോക്കി പരമാവധി ഒന്നും കിട്ടുന്നില്ല, സ്റ്റക്കായി നിൽക്കാന്ന് തോന്നുകയാണെങ്കിൽ മെന്റേഴ്സിനെ സമീപിക്കാവുന്നതാണ്. ഇപ്പൊ ഡ്യൂറേഷൻ 1 month എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കിപ്പോ പ്രൊജക്ടിന്റെ ഡെവലപ്മെന്റ് സെക്ഷന്റെ ഇടയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഞാൻ ടൈം ഷെഡ്യൂൾ എങ്ങനെ വരുന്നത് ഞാൻ കാണിച്ചു തരാം അവസാനം. ഇങ്ങനെയാണ് ഡ്യൂറേഷൻ വരുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ റിവ്യൂ ഉണ്ടായിരിക്കും. എല്ലാ വീക്കിലും നിങ്ങൾക്ക് ഒരു റിവ്യൂ ഉണ്ടായിരിക്കും. അതായത് പ്രൊജക്ട് നിങ്ങൾക്ക് നമ്മുടെ ഇഷ്ടത്തിനല്ല ചെയ്തു പോവാം. നമുക്കൊരു ടാസ്ക് അസൈൻ ചെയ്ത് തരും. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു 10 പ്രൊജക്ട് ഞങ്ങളിപ്പോൾ ചൂസ് ചെയ്യാൻ വേണ്ടി ടോപ്പിക്സ് തരും. ആ ടോപ്പിക്സിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടോപ്പിക് ചൂസ് ചെയ്യാം. അതായിരിക്കും നിങ്ങളുടെ പ്രൊജക്ട് ടോപ്പിക്. എന്നിട്ട് അതിൽ നിങ്ങളിപ്പോ ഇനീഷ്യൽ ഞാൻ പറഞ്ഞു ഫ്രണ്ട് ബാക്ക് എൻഡ് ആയിരിക്കും ചെയ്യുക. ബാക്ക് എൻഡ് ഇന്ന വീക്കിൽ ഫസ്റ്റ് വീക്കിൽ എന്തൊക്കെ ചെയ്യണം, സെക്കൻഡ് വീക്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ ഓരോ വീക്കിലും ഗ്രൂപ്പിൽ സ്ലാക്കിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്ത് പോകാം. ഓക്കെ. സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്ന പ്രൊജക്ട് നാളെയാണ്, August 8. നാളെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് ഓറിയന്റേഷൻ സെഷൻ ആണ്. അപ്പൊ ഇന്ന് വൈകിട്ട് തന്നെ നിങ്ങൾ പ്രൊജക്ടിന്റെ ടോപ്പിക്സ് ചൂസ് ചെയ്യണം. ഇപ്പോ ഗ്രൂപ്പിൽ സ്ലാക്കിൽ അത് ഞങ്ങളിപ്പോൾ ഷെയർ ചെയ്യാം. എന്തൊക്കെയാണ് ടോപ്പിക്സ് വരുന്നത് എന്നുള്ളത് സ്ലാക്കിൽ ഇപ്പോൾ അജയ് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോ നിങ്ങൾക്ക് അതിൽ നിന്ന് ചൂസ് ചെയ്യാം. ചൂസ് ചെയ്തിട്ട് ഒരു ഫോം സബ്മിറ്റ് ചെയ്യും ഞങ്ങൾ. അതിൽ നിങ്ങൾ ചൂസ് ചെയ്ത ടോപ്പിക് ഏതൊക്കെയാണെന്നുള്ളത് ഷെയർ ചെയ്യാം. ഓക്കെ. പിന്നെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നിങ്ങളിപ്പോ ഈ ഗ്രൂപ്പിൽ പല സ്റ്റുഡൻസ് ഉണ്ട്. പല സ്റ്റുഡൻസും പല പ്രൊജക്റ്റിലൊക്കെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ തമ്മിൽ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. അതായത് ഇപ്പോ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ അറിയുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു. ഇപ്പൊ ചിലപ്പോ ചില പ്രോബ്ലംസ് വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ ചിലപ്പോ ഒരു ഓൾറെഡി നിങ്ങൾ എന്താ പറയാ ഹാൻഡിൽ ചെയ്ത പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ അപ്പൊ അടുത്തുള്ളവർക്കും എളുപ്പത്തിൽ അതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ തന്നെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തെടുക്കണം. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ലാക്ക് തന്നെ യൂസ് ചെയ്യാം. ഇല്ല വേറെ സോഷ്യൽ എന്തെങ്കിലും മീഡിയം വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. പിന്നെ വീക്ക്ലി റോഡ് മാപ്പ് ഇപ്പൊ പറഞ്ഞത് തന്നെയാണ്. ഇപ്പൊ വീക്ക്ലി ഓരോ ടാസ്ക് തരും. അതിനനുസരിച്ചിട്ട് നിങ്ങളിപ്പോ അത് തരുന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റക്കായി പോകാതിരിക്കാനാണ്. ഇപ്പൊ നിങ്ങളിപ്പോ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ നിങ്ങളിപ്പോ കുറച്ച് ഫ്രണ്ട് എൻഡ് ചെയ്തു, പിന്നെ കുറച്ച് ബാക്ക് എൻഡ് ചെയ്തു, പിന്നെ ഫ്രണ്ട് എൻഡ് ചെയ്തു, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുകയാണെങ്കിൽ അതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ ആ പ്രൊജക്ട് അബാൻഡൻ ചെയ്ത് പോകാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല മിക്കവാറും. ഒരു പ്ലാൻ സ്റ്റിക്ക് ഓൺ ചെയ്യണം. ഇങ്ങനെ വേണം ചെയ്യാനായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കംപ്ലീഷൻ റേറ്റ് കൂടാൻ വളരെ സഹായിക്കും അത്. അതുകൊണ്ടാണ് നമ്മളൊരു വീക്ക്ലി റോഡ് മാപ്പ് സെറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് പോകുന്നത്. ഓക്കെ. അതുപോലെ വേറെന്താ, പിന്നെ ഇതിൽ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്ക്ലി റിവ്യൂ കഴിഞ്ഞിട്ട് ടെർമിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സും ഉണ്ട്. അതായത് നമുക്ക് വീക്ക്ലി തരുന്ന ടാസ്ക് സ്റ്റുഡൻസ് സബ്മിറ്റ് ചെയ്യുന്നില്ല, കംപ്ലീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഈ ബാച്ചിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യുന്നതാണ്, ടെർമിനേറ്റ് ചെയ്ത് ഇനി വരുന്ന ബാച്ചിലേക്ക് മാറ്റുന്നതാണ്. ഇപ്പോ ടാസ്ക് എന്ന് പറയുന്നത് വലിയ ടാസ്ക് ഒന്നല്ല വരുന്നതല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പോസിബിൾ ആയിട്ടുള്ള ടാസ്കുകളാണ് എല്ലാം തരുന്നത്. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക വീക്കിലി. റിവ്യൂ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വരുന്നത് ഇപ്പോ ഒരു സെക്കൻഡ്, റിവ്യൂ വരുന്നത് നിങ്ങൾക്ക് എല്ലാ ചൊവ്വാഴ്ച ആയിരിക്കും റിവ്യൂ വരുന്നത്. അപ്പോ ഒരു സെക്കൻഡ് ഞാൻ നോക്കട്ടെ. ഓക്കെ. 13-ാം തീയതി ആയിരിക്കും ഫസ്റ്റ് റിവ്യൂ വരുന്നത്. അതിനുശേഷം 20-ാം തീയതി, പിന്നെ 27,
അതുപോലെ ആയിരിക്കും റിവ്യൂസ് പോകുന്നത്. ഇപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഷെഡ്യൂളൊക്കെ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാം, കോർഡിനേറ്ററിന് വേണ്ടി ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ബാക്കി വരുന്നത് കംപ്ലീഷൻ പ്രൊജക്ട് വരുന്നത് 14-ാം തീയതി ആയിരിക്കും എന്ന് തോന്നുന്നു. ഞാൻ അത് ഡേറ്റ് ഒക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇങ്ങനെയാണ് ഇതിന്റെ ഫ്ലോ പോകുന്നത്. ഓക്കെ, അതായത് 10 പ്രൊജക്ട് ഞങ്ങൾ തരും, SRS ഷെയർ ചെയ്യും. അതായത് സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻസ് ആണ്, എന്തൊക്കെ വേണം പ്രൊജക്റ്റിൽ, ഒരു പ്രൊജക്ടിന്റെ ടോപ്പിക്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളത് അത് ഷെയർ ചെയ്യും. ഷെയർ ചെയ്യുമ്പോൾ അത് നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അത് നിങ്ങളുടെ ഫ്രീഡാണ്, നിങ്ങൾക്ക് ഏത് പ്രൊജക്ട് ചൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് ചെയ്യാം, തീരുമാനിക്കാം. എന്നിട്ട് അത് ഡെവലപ്പ് ചെയ്യാം. അതാണ് SRS ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതിപ്പോ ഞങ്ങൾ ഇപ്പോൾ അജയ് ഷെയർ ചെയ്തിട്ടുണ്ടാവും. അജയ് ഷെയർ ചെയ്തിട്ടുണ്ടോ? അജയ് കേൾക്കുന്നുണ്ടോ? ഉണ്ട്. ആക്ച്വലി എനിക്ക് ആ ഗ്രൂപ്പിൽ ആക്സസ് ഇല്ലായിരുന്നു. അതേതായിരുന്നു? ആണോ? ഞാൻ അശ്വിന് വാട്സപ്പിൽ ആ ലിങ്ക് അയച്ചിട്ടുണ്ട്. അതൊന്ന് ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്താൽ അവർക്ക് ചെക്ക് ചെയ്യായിരുന്നു. ഓക്കെ ഓക്കെ, ഞാൻ എന്നാ ഷെയർ ചെയ്തിട്ടാ. ഓക്കെ. ഞാനിപ്പോൾ അത് ഷെയർ ചെയ്യാം, അപ്പൊ നിങ്ങൾ കാര്യം നോക്കിക്കോളൂ. അശ്വിൻ ലിങ്ക് കിട്ടിയിരുന്നോ? ഓക്കെ, ഞാൻ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. സോ ആക്ച്വലി എനിക്ക് ആ ഗ്രൂപ്പിലോട്ട് ആക്സസ് ഇല്ലായിരുന്നു, അതാണ് ഞാൻ ഷെയർ ചെയ്യാറുന്നത്. ഇപ്പൊ കുഴപ്പമില്ല, അശ്വിൻ എന്തായാലും ഇപ്പൊ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതിൽ അശ്വിൻ പറഞ്ഞ പോലെ തന്നെ 10 ടോപ്പിക്സ് ആണുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും തോന്നുന്നതായിട്ടുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. എന്നിട്ട് നാളെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും വർക്ക്. സോ ഫസ്റ്റ് വീക്ക് എന്തായാലും വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന ടാസ്കുകളൊന്നും ഉണ്ടാവില്ല. ബേസിക്കലി നമ്മൾ പ്രൊജക്ട് പ്ലാനിങ് ആണ് ഫസ്റ്റ് വീക്കിൽ തന്നെ ചെയ്യുക. സോ അതായത് നമ്മുടെ വയർ ഫ്രെയിമിങ്, ഡാറ്റാബേസ് ഡിസൈന്, ആക്ച്വലി നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് വെക്കും ഈ പ്രൊജക്ട് എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. സോ എല്ലാവരും പെട്ടെന്ന് തന്നെ ആ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്തിട്ട് കോർഡിനേറ്റർ അറിയിക്കുക. എനിക്ക് തോന്നുന്നത് കോർഡിനേറ്റർ ഫോം ഇടുന്നതാണ്, ആ ഫോം ഫില്ല് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ പെട്ടെന്ന് തന്നെ നിങ്ങൾ ആ ഒരു ഡ്രൈവിൽ കയറിയിട്ട് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യുക. സർ ഇപ്പൊ തന്നെ സെലക്ട് ചെയ്യണോ? ഹലോ സാർ. ഹലോ സാർ. അത് ഹലോ കേൾക്കുന്നില്ലേ? ഇപ്പൊ തന്നെ സെലക്ട് ചെയ്യണോ? ഇന്ന് തന്നെ സെലക്ട് ചെയ്തോളൂ.
ഇന്ന് തന്നെ സെലക്ട് ചെയ്തിട്ടാൽ ബെറ്റർ ആയിരിക്കും. നാളെ തന്നെ നമുക്ക് പ്രൊജക്റ്റിലേക്ക് കിടക്കാം. അപ്പോൾ മാക്സിമം ഇന്ന് തന്നെ സെലക്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ സാർ ഈ പ്രൊജക്ടിന്റെ ഈ 10 ഡീറ്റെയിൽസിലെ എല്ലാത്തിന്റെയും ഒരു ഡിസ്ക്രിപ്ഷനും മറ്റേ എല്ലാ സംഭവങ്ങളും ഉണ്ടാവില്ലേ എന്ന് വെച്ചാൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വേണമെന്നുള്ളതായിരിക്കും. എല്ലാ റിക്വയർമെന്റും കുറെ കാര്യങ്ങളൊക്കെ. അതെ അതെ, നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് വേണം എന്നുള്ളത് ബേസിക് ഒരു ഡിസ്ക്രിപ്ഷനും എന്താ ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഉണ്ടായിരിക്കും അതിന്. സർ ഇത് ഏത് ഗ്രൂപ്പിലെ ലിങ്ക് ഇട്ടിരിക്കുന്നത്? ഇട്ടിട്ടില്ലേ, ഇടുന്നേ ഉള്ളൂ. ഇടുന്നുള്ളൂ. ഹലോ സർ. യെസ്, ഹലോ സർ. പറഞ്ഞോളൂ. പ്രൊജക്ട് ഡെവലപ്മെന്റ് സെഷൻ അപ്പൊ എപ്പോഴാ, അതെങ്ങനെയാ പ്രൊജക്ട് ചെയ്യുന്നത്? ഡെവലപ്മെന്റ് രണ്ടും കൂടി സെഷന്റെ ഡേറ്റ് ഒരുമിച്ച്? എന്ന് പറയുന്നത് രണ്ടും കൂടി ഒരുമിച്ച് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇന്നായിരുന്നു ശരിക്കും ഡേറ്റ് വന്നിരുന്നത്. നമ്മളത് മാറ്റിയിട്ട് ഇപ്പോ 2 ദിവസം കഴിഞ്ഞിട്ട് ഡെവലപ്മെന്റ് സെഷൻ എടുക്കുന്നത്. കുറച്ച് ഗ്യാപ്പ് ഇട്ട് എടുക്കാന്ന് വെച്ചു. അപ്പൊ ഇനീഷ്യൽ വീക്കിൽ ചെറിയ ടാസ്ക് ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് അതും ചെയ്തു പോകാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈമും കിട്ടും. ഓക്കെ അല്ലേ? സൺഡേ ആണോ ഇനി അടുത്ത ഡെവലപ്മെന്റ് സെഷൻ ഉണ്ടാവുക? അടുത്ത സെഷൻ വരുന്നത് ഞാൻ ഡേറ്റ് സാറ്റർഡേ സൺഡേ നമുക്കില്ലല്ലോ. സാറ്റർഡേ സൺഡേ ഇല്ല. ഞാൻ ഡേറ്റ് ഒന്ന് നോക്കട്ടെ. ഡേറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഞാൻ ഷെയർ ചെയ്യാം ഗ്രൂപ്പിൽ. എന്തായാലും ഇപ്പൊ ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഹലോ, പറഞ്ഞോളൂ. ഇത് ടൈപ്പ് സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്ന ലോഡാണ്. ടൈപ്പ് സ്ക്രിപ്റ്റ് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് കോൺഫിഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. യൂസ് ചെയ്ത് പരിചയം ഉണ്ടെങ്കിൽ ചെയ്യാം, കുഴപ്പമില്ല. ഫ്രണ്ട് എൻഡ് എന്തെങ്കിലും UI ലൈബ്രറി യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ടൈപ്പ് സ്ക്രിപ്റ്റ്. ഓക്കെ, ഓൾറെഡി പ്രൊജക്ട് ഒക്കെ ബിൽഡ് ചെയ്തിട്ടുള്ളതാണോ? ചെയ്ത് ശീലമുണ്ടോ? ചെയ്തിട്ടുണ്ട്, അപ്പൊ കുഴപ്പമില്ല. ഓക്കെ, 1 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഞാൻ ഇപ്പോൾ ഡേറ്റ്സ് പറഞ്ഞുതരാം. ആ ഗ്രൂപ്പിൽ നമ്മൾ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും ആക്സസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാവോ? സാർ കാണാൻ വരുന്നത് SCM വരുന്നത്. ഓക്കെ. അപ്പോൾ അതിന് താഴെ തന്നെയായിട്ട് നമ്മുടെ കോർഡിനേറ്റർ ഇപ്പോൾ ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. സോ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ അശ്വിൻ ഷെയർ ചെയ്തിട്ടുള്ള ആ 10 ടോപ്പിക്സിൽ നിന്ന് ഏതാണോ സെലക്ട് ചെയ്യുന്നുള്ളത് താഴെ കൊടുത്തിട്ടുള്ള ഫോമിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. മാക്സിമം ഇന്ന് തന്നെ ചെയ്യാൻ നോക്കുക. നമ്മുടെ ഈ സെഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നല്ലൊരു ടോപ്പിക് സെലക്ട് ചെയ്തിട്ട് ഇന്ന് തന്നെ ആ ഫോം ഫില്ല് ചെയ്യാൻ നോക്കുക. ഓക്കെ സർ. ഓക്കെ, വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വീക്ക്ലി ടാസ്ക് ഞങ്ങൾ ഇപ്പോൾ തരും. ഇപ്പൊ നാളെ നമ്മൾ പ്രൊജക്ട് ചൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നാളത്തെ വീക്ക്, അതായത് അടുത്ത വീക്കിലേക്കുള്ള ടാസ്ക്. അടുത്ത വീക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ടൈം വരുന്നത്, ഇപ്പൊ ഞാനിവിടെ എന്റെ സ്ക്രീൻ കാണുന്നുണ്ടോ? ഇല്ല സർ. കാണുന്നില്ല. ഓക്കെ, സാറേ, അപ്പൊ പ്രൊജക്ട് ഡെവലപ്മെന്റ് സെക്ഷൻ കഴിഞ്ഞാ? സെക്ഷൻ കഴിഞ്ഞിട്ടില്ല. സെക്ഷൻ ഇതിന്റെ ഇടയിൽ കൂടെ നമുക്ക് ബാക്കിയുള്ള കൊണ്ട് നടത്താം. എത്ര ദിവസം അപ്പൊ അങ്ങനെ? സെഷൻ നമുക്ക് വരുന്നത് 10 ദിവസമാണല്ലോ ടോട്ടൽ വരുന്നത്. അപ്പൊ 10 ദിവസം തന്നെ ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ 4 ദിവസം കഴിഞ്ഞു, ഇനി 6 ദിവസം കൂടി ഉണ്ട്. ഇന്നത്തെ സെഷൻ നമുക്ക് വരുന്നത്, ഞാൻ ഇപ്പൊ സ്ക്രീനിൽ ഒന്ന് ഷെയർ ചെയ്യാം. അല്ല, എത്ര മണി വരെ ഉണ്ടാവും? ഏതാ? ഇതാണോ? ഇന്നത്തെ ഓറിയന്റേഷൻ ആണോ? അതെ, 1 hour ഉണ്ടായിരിക്കും. 8 o'clock വരെ ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് ഇനി പ്രൊജക്ട് ഡെവലപ്മെന്റ് സെക്ഷൻ വരുന്നത് അടുത്തത് 9-ാം തീയതിയാണ് വരുന്നത്. 9-ാം തീയതി എന്ന് പറയുമ്പോൾ ഫ്രൈഡേ ആണ് വരുന്നത്. പിന്നെ വരുന്നത് 12-നാണ് വരുന്നത്, മൺഡേ. പിന്നെ അതിനുശേഷം 13-ാം തീയതി ആയിട്ട് നമുക്ക് റിവ്യൂ വരുന്നുണ്ടായിരിക്കും. ഫസ്റ്റ് വീക്ക് റിവ്യൂ, അതായത് എല്ലാ ചൊവ്വാഴ്ചകളായിരിക്കും. ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. സ്ക്രീൻ ഷെയർ ചെയ്യാം. ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള ഷെഡ്യൂള് കോർഡിനേറ്റർ ഷെയർ ചെയ്യും. ഇത് നോക്കിയാൽ കാണുന്നുണ്ടല്ലോ സ്ക്രീൻ?
ഫസ്റ്റ് ഡേ ഇന്ന് ഓറിയന്റേഷൻ ആണ്, August 7th. ഇനി അടുത്ത ദിവസം എന്ന് പറയുന്നത് ഇനിയിപ്പോ നമ്മൾ നാളെ തൊട്ട് നമ്മുടെ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യും. പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വീക്കിൽ ചെറിയ ടാസ്ക് ആണ് ഞാൻ പറഞ്ഞു. അതായത് DB ഡിസൈൻ എന്ന് പറയും. DB ഡിസൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഡാറ്റാബേസിൽ എന്തൊക്കെ മോഡൽസ് വേണം, അതിലെന്തൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് വീക്കിൽ ചെയ്യുന്നത്. അതും അതുപോലെ ഒരു വയർ ഫ്രെയിമിങ്ങും നമ്മുടെ ഫ്രണ്ട് എൻഡിന്റെ ഫ്ലോ എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള വയർ ഫ്രെയിമിംഗ് ആണ് ഫസ്റ്റ് വീക്കിൽ ഉണ്ടായിരിക്കുക. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ ഷെയർ ചെയ്യാം. അപ്പൊ അത് കഴിഞ്ഞു. അതിനുശേഷം August 9th അടുത്ത ക്ലാസ് നമ്മൾ ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൊജക്ട് ഡെവലപ്മെന്റ് സെഷൻ 5ാമത്തെ ദിവസം ഉണ്ടായിരിക്കുന്നത് August 9th. പിന്നെ 12th ഉണ്ടായിരിക്കുക. പിന്നെ 13th എന്ന് പറയുമ്പോൾ ചൊവ്വാഴ്ച, അടുത്ത വീക്ക് ചൊവ്വാഴ്ച ഒരു റിവ്യൂ ഉണ്ടായിരിക്കും. ഫസ്റ്റ് വീക്കിന്റെ റിവ്യൂ ഉണ്ടായിരിക്കും. അതിന് ശേഷം നെക്സ്റ്റ് ഡേ ക്ലാസ് ഉണ്ടായിരിക്കും. ഇത് ഞങ്ങൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഇതിപ്പോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ആവശ്യമില്ലല്ലോ. ഓക്കെ സാറേ ഈ So- ഫസ്റ്റ് സെക്ഷനിലില്ലേ, ഫസ്റ്റ് വീക്കിലെ എങ്ങനെ ചെയ്യണ്ടേന്നുള്ളത് പറഞ്ഞിരില്ലേ? ഫസ്റ്റ് വീക്കിൽ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഞാൻ കാണിച്ചു തരാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് VB ആരെങ്കിലും ഡിസൈൻ ചെയ്ത് തന്നെ കാണിച്ചു തരാം. ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. നമ്മൾ ഡാറ്റാബേസിൽ നമ്മൾ മോഡൽസ് ക്രിയേറ്റ് ചെയ്യുമല്ലോ. മോഡൽസിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും ഡാറ്റ എന്തൊക്കെ വേണം. ഒരു യൂസർ ആണെങ്കിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും, ഇമെയിൽ, പാസ്വേഡ്, അതുപോലെ അപ്പൊ ആ ഡീറ്റെയിൽസ് നമുക്ക് ഒരു ഡയഗ്രാം ആയിട്ട് റെപ്രസെന്റ് ചെയ്ത് കാണിച്ചാൽ ബെറ്റർ ആയിരിക്കും. ഡയഗ്രാമാറ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് കാണിച്ചാലും കുഴപ്പമില്ല. അപ്പൊ ഒരു ലിസ്റ്റ് ആയിട്ട് കാണിച്ചാലും കുഴപ്പമില്ല. അപ്പൊ ഞാൻ എക്സാമ്പിൾ വരണം. ഇത് കണ്ടോ, കാണുന്നില്ലേ? കുറച്ചുകൂടി വലുതാക്കണെങ്കിൽ ഓക്കെ സ്വാമിയ. ഇപ്പൊ ഇതൊരു കാർ റെന്റൽ ആപ്ലിക്കേഷൻ്റെ ആണ്. ഇപ്പൊ ഇതിൽ ചെയ്തേക്കുന്നത് യൂസർ ID, യൂസർ നെയിം, ഇമെയിൽ, ഫോൺ നമ്പർ, പാസ്വേഡ് കൊടുത്തിട്ടുള്ള ഒരു വിസായതെന്നാണ് പാസ്വേഡ്. അപ്പൊ അതുപോലെ നമുക്ക് വേണ്ട കാര്യങ്ങൾ ഒരു മോഡലിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളൊരു ഡിസൈൻ ഇതുപോലെ ഡയഗ്രാമാറ്റിക് ആയി ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതുപോലെ ഇതിന്റെ കൂട്ടത്തിൽ എന്തെങ്കിലും റെഫറൻസ് ഉണ്ടെങ്കിൽ ചില ഡാറ്റാബേസിൽ ടൈപ്പ് എന്താ റെഫറൻസിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ ആ റെഫറൻസും നിങ്ങളിപ്പോ എന്ത് ടൂളാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ ഇത് ഫിഗ്മയാണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ വേറെ എന്തെങ്കിലും ഡ്രോയിങ്ങിന് വേണ്ടിയുള്ള ടൂൾ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ടായാലും നമുക്ക് ഈ ഐഡിയ കൺവേ ചെയ്താൽ മതി എന്തൊക്കെയായിരിക്കും ഡാറ്റാബേസ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ DB ഡിസൈൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ സാറേ, ഇപ്പൊ ഈ റിവ്യൂവിന്റെ ദിവസമില്ലേ, അപ്പൊ നമുക്ക് നമ്മളുടെ ഡിസൈൻ വെച്ചിട്ട് നമ്മുടെ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തേണ്ടത് പറഞ്ഞുതരുമോ? അതോ ഞാനത് പറയാം. മാറ്റം ഇത് ഇനീഷ്യൽ സ്റ്റേജ് ആണ്. അപ്പൊ ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ പ്രൊജക്ട് ഡെവലപ്പ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് ചിലപ്പോൾ മോഡൽസ് കിട്ടും. അതൊക്കെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. സ്റ്റാർട്ടിങ്ങിലത്തെ പ്ലാനിങ്ങിൽ നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത് അതാണ് ഈ സ്റ്റേജിൽ കാണുന്നത്. ഓക്കെ, അല്ല ഇതിന്റെ ഇടയ്ക്ക് വേണ്ടി നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാലോ. ചോദിക്കാം. സ്ലാക്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഞാനും അജയ് ഉണ്ടായിരിക്കും. നിങ്ങൾ മിക്കവാറും 2 ഗ്രൂപ്പായിട്ട് തിരിക്കും. അപ്പൊ ഞങ്ങൾ 2 പേരും ഓരോ മെന്റേഴ്സ് ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ അതിൽ റെസ്പെക്റ്റീവ് മെന്ററിന്റെ അടുത്ത് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ സാർ. ഓക്കെ, ഇതാണ് ഫസ്റ്റ് വീക്കിൽ ഇത് കാര്യം. പിന്നെ വേറെ പറയുന്നത് വയർ ഫ്രെയിമിംഗ് എന്നാണ് പറയുന്നത്. വയർ ഫ്രെയിമിംഗ് എന്ന് പറയുമ്പോൾ ഇതിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ നല്ലതായിരിക്കും. കാണിച്ചു തരാം. ഫുൾ ഡിസൈൻ ചെയ്യണം എന്നല്ല വയർ ഫ്രെയിമിംഗിൽ പറയുന്നത്. എങ്ങനെയായിരിക്കും പ്രൊജക്റ്റിലെ ഓരോ കമ്പോണൻസിൽ ഓരോ പേജിൽ നിന്നുള്ള റീഡയറക്ഷൻ ഒക്കെ വരുന്നത് മനസ്സിലാവാനാണ്. ഒരു വെൽക്കം പേജ് ഉണ്ട്. ഇതിൽ നിന്ന് ഹോം പേജിലേക്ക് പോവാം. അതുപോലെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് അതായത് പ്രൊഡക്റ്റ് ഡീറ്റെയിൽസിന്റെ പേജ് ഉണ്ട്. ഇപ്പൊ ചെക്കൗട്ടോ ലോഗിനോ അതുപോലത്തെ പേജുകളുണ്ട്. കുറച്ചുകൂടി വലുതാക്കി ഇത് ഓരോരുത്തരുടെ ജസ്റ്റ് ഒരു പേജ്. ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പോയില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പൊ നമ്മളെല്ലാം ഡിസൈനേഴ്സ് അല്ല, എല്ലാവരും ഡെവലപ്പർ ആവാനാണ് നോക്കുന്നത്. അതുകൊണ്ട് ഡിസൈൻ ഭാഗത്തിനല്ല കൂടുതലും ബോണസ് കൊടുക്കുന്നത്. അതായത് ഇപ്പൊ ഒരു ഹെഡർ വേണമെന്നുള്ളത് ജസ്റ്റ് ഇപ്പൊ നിങ്ങൾ ഇതിന് പകരം ഇത് യൂസ് ചെയ്യാൻ പറ്റിയില്ല നിങ്ങൾക്ക്, അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു ടൂൾ ഉണ്ടല്ലോ, എക്സ്കാലിഡ്രോ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ടൂൾ യൂസ് ചെയ്താൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കാര്യം കൺവേ ചെയ്യാം. ഇപ്പൊ ഇതിന് ഒരു ടൈറ്റിൽ കൊടുത്ത് ലോഗിൻ പേജിന് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഹെഡർ ഉണ്ടെന്ന് കൊടുക്കാം. ഹെഡറിൽ ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറെ പേജിലേക്ക് പോകുന്നു. അപ്പൊ ഇവിടെ നിന്ന് ഒരു ആരോ കൊടുത്ത് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അങ്ങോട്ട് പോകുന്നു എന്നുള്ളതൊരു സിമ്പിൾ ആക്കി കൊടുത്താൽ മതി. ഇതുപോലെ ഞങ്ങൾക്ക് മനസ്സിലായാൽ മതി പ്രൊജക്റ്റിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെ പേജിന്റെ ആയിരിക്കും. അത് നിങ്ങൾക്കും ഉപകാരമായിരിക്കും. അതായത് നിങ്ങൾ DB ഡിസൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെ ഡാറ്റ വേണമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡിസൈൻ ഉപകാരമായിരിക്കും.
നിങ്ങൾക്ക് എന്തൊക്കെ APIs ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് ഇത് വെച്ചൊരു ഐഡിയ കിട്ടും. അതാണ് ഫസ്റ്റ് വീക്കിൽ തരുന്നത്. സാർ ഇതൊരു മനസ്സിലായോ? PDF ചെയ്താൽ മതിയോ? എന്താ ഒരു PDF ആക്കി ചെയ്താൽ മതി ചോദിക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാലും കുഴപ്പമില്ല. ഞങ്ങൾക്ക് അതിന്റെ PDF ആണെങ്കിൽ PDF, അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും സോഫ്റ്റ്വെയറിലാണ് ഇപ്പോ എക്സ്കാലിഡ്രോയിലോ അല്ലെങ്കിൽ വേറെന്താ ഫിഗ്മയിലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ആയിട്ട് ഷെയർ ചെയ്താലും മതി. അതെ സാർ, എന്നിട്ട് എങ്ങനെ ഷെയർ എന്താ ദിവസം സബ്മിറ്റ് ചെയ്യണത് എങ്ങനെ? ഷെയർ ചെയ്ത് ഞാൻ കാണിച്ചു തരാം, അതൊക്കെ കാണിച്ചു തരാം. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം നമുക്ക്. ഫസ്റ്റ് ബാക്കി എങ്ങനെയാണെന്നുള്ള ഒരു ഓവറോൾ വ്യൂ പറഞ്ഞിട്ട് അതിൽ കിടക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് സർസിന്റെ കാര്യം പറഞ്ഞത്. ടോപ്പിക്സ് നിങ്ങൾ ചൂസ് ചെയ്യുക, അതിനുശേഷം കോർഡിനേറ്ററിനെ അറിയിക്കുക. കോർഡിനേറ്റർ സബ്മിറ്റ് ചെയ്യുന്ന ഫോമിൽ നിങ്ങളത് സബ്മിറ്റ് ചെയ്താൽ മതി. എന്തൊക്കെയാണ് ഫോം, ഏതൊക്കെയാണ് ചൂസ് ചെയ്ത ടോപ്പിക് എന്നുള്ളത് അതിൽ സബ്മിറ്റ് ചെയ്താൽ മതി. അത്രയാണ് വരുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കൂടുതൽ ഉണ്ടാക്കിയ ഈ നോഷൻ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. നിങ്ങൾ അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പോൾ ആപ്ലിക്കേഷൻ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്താലും കുഴപ്പമില്ല, ക്രോമിൽ ലോഗിൻ ചെയ്താലും മതി. നോഷൻ കിട്ടും, ഇതിലൊന്ന് ലോഗിൻ ചെയ്യാം. അതായത് കോഡ് റിവ്യൂ ഒക്കെ ചെയ്യുന്നത് ഇത് ത്രൂ ആയിരിക്കും. കോഡ് റിവ്യൂ ചെയ്യുന്നത് ഇപ്പൊ ഇതൊരു സ്റ്റുഡന്റിന്റെ നോഷൻ പേജ് ആണ്. ഇതിൽ ഒരു പേജ് ക്രിയേറ്റ് ചെയ്തു, ക്യാപ്സ്റ്റോൺ പ്രൊജക്ട് എന്നൊരു പേജ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അതിന്റെ അടിയിലായിട്ട് എനിക്ക് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് തന്നെ അത് ചെയ്യുക. ഒരു നോഷൻ പേജ് ക്രിയേറ്റ് ചെയ്യുക. ലാസ്റ്റ് ദിവസത്തേക്കാണ് പ്രൊജക്ട് റിവ്യൂ ചെയ്യുമ്പോഴാണ് ആവശ്യം വരുള്ളൂ. പക്ഷെ വേഗം തന്നെ ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ നോക്കാം. ക്രിയേറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടത് ആ പേജിൽ ഷെയർ കൊടുക്കുക. ഷെയർ കൊടുത്തിട്ട് ആക്സസ് എനിക്കും കൂടി ഷെയർ ചെയ്യണം. എന്റെ മെയിൽ ID സ്ലാക്കിൽ ഉണ്ടായിരിക്കും, ashwinkumar.cm@entry.me എന്നാണ്. അപ്പൊ അതിലേക്ക് ഇവിടെ ടൈപ്പ് ചെയ്താൽ മതി. ഇവിടെ മെയിൽ ID എന്റെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ അക്കൗണ്ടിലേക്ക് ഷെയർ ചെയ്യാം. എന്നിട്ട് ഇൻവൈറ്റ് ചെയ്യുക. ഇൻവൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ആക്സെപ്റ്റ് ചെയ്യും. അപ്പൊ ഫുൾ ആക്സസ് ആയിട്ട് എനിക്ക് അത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ കോഡ് റിവ്യൂ ചെയ്യാനും അതിലെന്തെങ്കിലും സജഷൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനീഷ്യലി അത് ചെയ്ത് വെക്കുക. ചെയ്ത് കഴിയുമ്പോൾ ഞാൻ കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലും മെസ്സേജ് പാസ് ചെയ്യുന്നത് എനിക്ക് നിങ്ങളുടെ ആക്സസ് കിട്ടിയെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വെബ്സൈറ്റിന്റെ നിങ്ങൾ എന്ത് പ്രൊജക്റ്റ് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് അതിന്റെ ടൈറ്റിൽ കൊടുക്കുക, നിങ്ങളുടെ പേരെന്ന് കൊടുക്കുക, പിന്നെ ബാച്ച്, അതുപോലെ ഫ്രണ്ട് എൻഡിന്റെയും ബാക്ക് എൻഡിന്റെയും നമ്മൾ ഗിറ്റബിൽ ഹോസ്റ്റ് ചെയ്തു. ഹോസ്റ്റ് അല്ല, റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യുമല്ലോ, അതിന്റെ ഒരു ലിങ്ക് ഷെയർ ചെയ്യണം. നമ്മൾ ഇനീഷ്യലി ബാക്ക് എൻഡ് ആയിരിക്കും ചെയ്യുക. ബാക്ക് എൻഡിന്റെ ലിങ്ക് ഇവിടെ ഷെയർ ചെയ്യുക. അതുപോലെ ഓരോ വീക്കും ഇതുപോലെ നമ്മൾ ടാസ്ക് ചെയ്യുന്നത്. വീക്ക് 1 എന്ന് കൊടുക്കും. വീക്ക് 1ന്റെ ടാസ്ക് എന്താ ഇപ്പൊ ഞാൻ പറഞ്ഞത്, വയർ ഫ്രെയിമിംഗ് ഉണ്ടായിരിക്കും, അതുപോലെ DB ഡിസൈൻ ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊജക്റ്റിൽ യൂസ് ചെയ്യുന്ന പാക്കേജസ് ഏതൊക്കെയാണോ അതെല്ലാം മെൻഷൻ ചെയ്യാം. നമ്മൾ യൂസ് ചെയ്യുന്ന പാക്കേജസ് മെൻഷൻ ചെയ്യാം. പിന്നെ വരുന്നത് ഒരു ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും വരുന്നില്ല. നമ്മളിപ്പോ എന്താ നമ്മുടെ ബാക്ക് എൻഡ് എങ്ങനെ നമ്മൾ ഫോളോ ചെയ്യുന്നത്, MVC പാറ്റേൺ ആണെന്ന് പറഞ്ഞു. അപ്പൊ മോഡല് റൗട്ട് ഉണ്ടായിരിക്കും, നമുക്ക് മോഡൽസ് ഉണ്ടായിരിക്കും, റൗട്ട്സ് കൺട്രോളേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഇതിലെ ഓരോ കൺട്രോളേഴ്സിന്റെ ജസ്റ്റ് ഒന്ന് പേരൊന്ന് മെൻഷൻ ചെയ്ത് വെച്ചാൽ മതി. ഇപ്പൊ ക്ലയന്റ് ഉണ്ട്, സെർവർ ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ ഡിസൈൻ ആയിട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണം നിർബന്ധം പിടിക്കില്ല ഞങ്ങള്. ഇപ്പൊ ഇവിടെ ജസ്റ്റ് ലിസ്റ്റ് ആയിട്ട് ഇപ്പൊ സെർവറിന് കൊടുത്തു, സെർവറിന്റെ ഉള്ളിൽ എന്തൊക്കെ ഫോൾഡർ ഉണ്ടെന്ന് ലിസ്റ്റ് ആയിട്ടൊന്ന് പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്തൊന്ന് മെൻഷൻ ചെയ്താൽ മതി. ഫസ്റ്റ് വീക്കിൽ അതാണ് വരുന്ന ടാസ്ക് എന്ന് പറയുന്നത്. പിന്നെ സെക്കൻഡ് വീക്കിന്റെ ടാസ്ക് ഒക്കെ ഞങ്ങൾ ഷെയർ ചെയ്ത് തരാം. എന്തൊക്കെയാണെന്നുള്ളത് കഴിയും തോറും ഓരോന്ന് പറഞ്ഞു തരാം. ഓക്കെ ആണല്ലോ? നോഷൻ പറഞ്ഞത് മനസ്സിലായോ? നോഷനില് സാറിന് ഇൻവൈറ്റ് ചെയ്തതിന് ആക്സസ് ഷെയർ ശേഷം ചെയ്യണം. ആക്സസ് ഷെയർ ചെയ്തതിന് ശേഷം ബാക്ക് എൻഡിന്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യും അല്ലേ? ബാക്ക് എൻഡിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്യണം. അതായത് റെപ്പോസിറ്ററി ലിങ്ക് കേട്ടോ. ഇനീഷ്യലി നമ്മൾ ഗിറ്റബിൽ പുഷ് ചെയ്ത റെപ്പോ ലിങ്ക്. ഓക്കെ, നിങ്ങളുടെ ഡീറ്റെയിൽസും കൂടെ കൊടുത്തോളൂ. കറക്റ്റായിട്ട് നിങ്ങൾ പേരൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഇവിടെ കറക്റ്റായിട്ട് പേരും ബാച്ചും അതുപോലെ കാര്യങ്ങളൊക്കെ കൊടുത്തോളൂ. പിന്നെ ഇത് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ലിങ്ക് സബ്മിറ്റ് ചെയ്യാന്നുള്ളത്. പാക്കേജിന്റെ കാര്യം പറഞ്ഞില്ലേ, ഇപ്പൊ ഏതൊക്കെ പാക്കേജ് യൂസ്, അതെന്താന്ന് മനസ്സിലായി? നമ്മൾ NPM പാക്കേജസ് കുറെ യൂസ് ചെയ്തോ, ലൈബ്രറിയും NPM ഫ്രെയിംവർക്ക് ഒക്കെ യൂസ് ചെയ്തോ. നമ്മൾ എന്തൊക്കെ ഫ്രെയിംവർക്ക് യൂസ് ചെയ്യുന്നത്? ഇപ്പോ എക്സ്പ്രസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ലൈബ്രറി ഏതൊക്കെ, റിയാക്ട് യൂസ് ചെയ്യും. ഇതുപോലത്തെ NPM പാക്കേജ്, എക്സിയോസ്, മോങ്കൂസ് ഉപയോഗിക്കുന്ന കാര്യങ്ങളെല്ലാം അതിന്റെ ഒരു ലിസ്റ്റ് കൊടുക്കാനാണ്. നിങ്ങളെല്ലാം യൂസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ആർക്കിടെക്ചർ, ഈ 4 കാര്യങ്ങളാണ് ഫസ്റ്റ് വീക്കിൽ വരുന്നത്. അതിനിപ്പോ എത്രയും സമയം പറഞ്ഞത് 13-ാം തീയതിയാണ് സമയം എന്ന് പറഞ്ഞു. എനിക്ക് ഇതിനധികം സമയമൊന്നും വേണ്ട, നമുക്ക് ഈ വീക്കെൻഡിൽ വേണേൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കരുത് അടുത്ത വീക്കിന്റെ ടാസ്ക് ആവട്ടെ വെച്ചിട്ട്.
അടുത്ത വീക്കിന്റെ ടാസ്ക് വന്നത് ബാക്ക് എൻഡ് ആണ്. നിങ്ങൾ ബാക്ക് എൻഡ് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? യൂസർ ഒതന്റിക്കേഷൻ അതുപോലത്തെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വെക്കുക. യൂസർ അഡ്മിൻ ഇപ്പോൾ വേറെ എന്താണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ ഒതന്റിക്കേഷന്റെ കാര്യങ്ങളെല്ലാം, ലോഗിൻ സൈനപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്ത് വെക്കുക. നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. ഇപ്പൊ അടുത്ത വീക്ക് ആവട്ടെ എന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. നിങ്ങൾക്ക് ഒരു കാര്യം, ഒരു വീക്കിന്റെ ടാസ്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത കാര്യത്തിലേക്ക് കിടക്കാം. ഓക്കെ ആണല്ലോ? ആണോ സാറേ? പറഞ്ഞോളൂ. ക്യാപ്സ്റ്റോൺ പ്രോജക്റ്റ് ഒരു പ്രോജക്റ്റ് ആണ്, ഒരു പ്രോജക്റ്റ് ആണ്, 2 പ്രോജക്റ്റ് ഉണ്ടോ? ഒറ്റ പ്രൊജക്ട് ചെയ്താൽ നിങ്ങൾ. അത് സാറേ ഒന്ന് ചെക്ക് ചെയ്യാമോ? സിലബസിലെ 2 പ്രോജക്റ്റ് ആണ്, ക്യാപ്സ്റ്റോൺ പ്രോജക്റ്റ് എന്ന് പറയാം, ഒന്ന് ചെക്ക് ചെയ്യാമോ? എവിടെ സിലബസിൽ സിലബസ് ഏതാണ്? നിങ്ങൾക്ക് PDF ആണോ? അത് പറഞ്ഞ PDF ആണോ? സോറി, ഇപ്പൊ ഇവിടെ എൻട്രി ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഒരു സിലബസ് എന്ന് പറഞ്ഞൊരു തന്നായിരുന്നല്ലോ. അപ്പൊ അതിന്റെ അത് 2 ക്യാപ്സ്റ്റോൺ പ്രോജക്റ്റ് പറഞ്ഞത്. ഇല്ല, ക്യാപ്സ്റ്റോൺ പ്രൊജക്ട് ഒരെണ്ണേ ചെയ്യുന്നുള്ളൂ. നമ്മളൊരു പ്രൊജക്റ്റേ ചെയ്യുന്നുള്ളൂ. ഒന്ന് ചെക്ക് ചെയ്യാമോ? സിലബസ് 2 എണ്ണം ഉണ്ടായിരുന്നു. ഞാനത് കോർഡിനേറ്ററോട് നോക്കാൻ പറയാം. ഒന്ന് ചെക്ക് ചെയ്യാമോ? എന്റെ അറിവിൽ ഞാൻ പറയാം. എന്റെ അറിവിൽ ഒരു പ്രൊജക്ട് ഓക്കെ. സാറേ ഈ Project- നോഷന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യാവോ? നോഷൻ നിങ്ങൾ ലിങ്ക് ഒന്നും വേണ്ട. ജസ്റ്റ് ഇവിടെ ഗൂഗിളിൽ വന്നിട്ട് ഇവിടെ നിന്ന് നോഷൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ കിട്ടും. ഇതാണ് ആപ്പ്. application ആണ്. സാർ ഇപ്പൊ കാട്ടി തന്ന ഈ പ്രൊജക്ടിന്റെ വീക്ക് അത് വേറൊരു സ്റ്റുഡന്റിന്റെ ആണ്. അപ്പൊ ഇതുപോലെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് എനിക്ക് വേണം ഷെയർ ചെയ്യാനായിട്ട്. ഇതിൽ നിങ്ങൾ വേണം ലോഗിൻ ചെയ്തിട്ട് ഒരു പേജ് അക്കൗണ്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ഒരു പേജ് ക്രിയേറ്റ് ചെയ്ത് എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇതുപോലെ ഡീറ്റെയിൽസ് കിട്ടും. ഓരോരുത്തർ ഇതുപോലെ എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റും റിവ്യൂ ചെയ്യാനൊക്കെ ആയിട്ട്. ഇതെങ്ങനെ ഷെയർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീക്കിലി ഇപ്പൊ ടാസ്ക് ഇപ്പൊ ഞങ്ങൾ പറഞ്ഞത് എന്നാ എല്ലാ ചൊവ്വാഴ്ച ആയിരിക്കും റിവ്യൂ വരുന്നത്. ചൊവ്വാഴ്ച റിവ്യൂ ആണെങ്കിൽ തിങ്കളാഴ്ച വൈകിട്ട് 6:30 മുമ്പായിട്ട് ഒരു ഫോം സബ്മിറ്റ് ചെയ്യും. കോർഡിനേറ്റർ ഗ്രൂപ്പിൽ ഫോം ഷെയർ ചെയ്യും. ആ ഫോമിൽ നിങ്ങളുടെ നോഷന്റെ ലിങ്ക്, അതായത് ഈ നോഷൻ ഏത് പേജാണോ അതിന്റെ ലിങ്കും പ്ലസ് ബാക്കി എന്തെങ്കിലും വേറെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി ഷെയർ ചെയ്തിട്ട് ആ സമയത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്യണം. അപ്പോഴാണ് ചൊവ്വാഴ്ച റിവ്യൂ ചെയ്ത് റിസൾട്ട് കിട്ടുള്ളൂ. നമുക്ക് ക്ലിയർ ആണല്ലോ? ഓക്കെ സാർ. സാറേ ഈ ഇന്നത്തെ ഈ ഫസ്റ്റ് വീക്കിൽ പ്രോപ്പർ ആയിട്ട് ഡീറ്റെയിൽസ് PDF ആയിട്ട് അങ്ങനെ എന്തെങ്കിലും ഞാൻ ഗ്രൂപ്പിൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ഷെയർ ചെയ്യാം, ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. എന്നാലും ഇതിപ്പോ ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു ഇല്ല ഞാൻ ഷെയർ ചെയ്തത് എല്ലാ വീക്കിലും നമ്മൾ കൃത്യമായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, അതാണ് കാര്യങ്ങൾ വരുന്നത്. പിന്നെ റിവ്യൂവിന്റെ സമയത്ത് ആരും സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. അതായത് പ്രോപ്പറായിട്ട് ടാസ്ക് ഒന്നും സബ്മിറ്റ് ചെയ്തിട്ടില്ല, വീക്കില് സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെ ടെർമിനേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ ഒരു പാത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാം. ഓക്കെ, അതാണ് കാര്യങ്ങൾ വരുന്നത്. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ അജയ്? വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ഞാൻ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല, കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. ഇപ്പൊ നമ്മുടെ ചോദിച്ചില്ലായിരുന്നു 2 പ്രൊജക്ടിന്റെ കാര്യം. ഞാൻ കോർഡിനേറ്ററെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞത് ഇല്ല, ഒരു പ്രൊജക്ട് തന്നെയാണെന്നാണ് പറഞ്ഞത്. ഓക്കെ. അപ്പൊ അതിലെന്താണ് ക്ലാരിറ്റി? ആ ചോദിച്ചാള് എവിടെയായിരുന്നു? സിലബസിൽ കണ്ടിരുന്നോ? ആരായിരുന്നു? ഫ്രാൻസിസ് ആയിരുന്നു ചോദിച്ചത്? ഞാൻ കുറച്ചു നേരം കഴിഞ്ഞാ എന്റെ അപ്പച്ചൻ കോൾ പുള്ളി കട്ട് ചെയ്തായിരുന്നു. ഓക്കെ. ക്യാപ്സ്റ്റോൺ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് നമ്മുടെ സിലബസിന്റെ അകത്ത് 2 പ്രോജക്റ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആണോ? അത് എപ്പോഴായിരുന്നു നമ്മൾ ജോയിൻ ചെയ്യുമ്പം? ജോയിൻ ചെയ്യാൻ നേരത്ത് തന്നതാണ്. ഓക്കെ, PDF ആയിട്ടായിരുന്നു തന്നത്? PDF ആയിട്ടാണ്. അത് കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാവോ? ഇപ്പോഴല്ല, ഓൾറെഡി ഷെയർ ചെയ്തായിരുന്നു, സ്ലാക്കിൽ ഓൾറെഡി ഷെയർ ചെയ്തായിരുന്നു. ഓക്കെ. സോ ആക്ച്വലി ഞാൻ കോർഡിനേറ്ററെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞത് ഇല്ല, നമ്മൾ ഒരു പ്രൊജക്റ്റ് ആണ് ചെയ്യുന്നത്, നമ്മുടെ സിലബസ് അങ്ങനെയാണെന്നാണ്. സോ ഫ്രാൻസിസ് അതൊന്ന് അയച്ചോളൂ. എന്തെങ്കിലും നമുക്കത് ഫിക്സ് എന്റെ ചെയ്യാം. പേര് ഫ്രാൻസിസ്. ഞാൻ വേറെ ലാപ്ടോപ്പ് വേറെ ലാപ്ടോപ്പ്. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ മെസ്സേജ് അയച്ചാൽ മതി. നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ ഞാൻ ഓൾറെഡി ഓക്കെ ഫൈൻ. ഞാൻ പേരെന്തായിരുന്നു താങ്കളെ? അശ്വിന്റെ ഇതിലോട്ട് അയച്ചാൽ മതി. അശ്വിൻ. ഓക്കെ. ഓക്കെ ഫൈൻ. ഓക്കെ, താങ്ക് യു. ഇതാണ് കാര്യങ്ങൾ വരുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയി ചോദിക്കുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം, വീക്കിലി ടാസ്ക് സബ്മിറ്റ് ചെയ്യാൻ മറക്കരുത്. ഒരു വട്ടം നോഷൻ ലിങ്ക് ഷെയർ ചെയ്തുകൊണ്ട് രണ്ടാമത് ഷെയർ ചെയ്യാണ്ടിരിക്കരുത്. എല്ലാ വീക്കിലും നിങ്ങൾ ഷെയർ ചെയ്യുന്ന ടൈം ഞങ്ങൾ നോട്ടീസ് ചെയ്യും. അതുകൊണ്ട് എല്ലാ തിങ്കളാഴ്ചയും 6:30 മുമ്പായിട്ട്
ആ ഫോം ഷെയർ ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾ ഷെയർ ചെയ്തിരിക്കണം. ഓക്കെ, ഹലോ സാർ. അതുപോലെ മറക്കാണ്ടിരിക്കേണ്ട കാര്യം ഷെയർ ചെയ്യാനാണ്. എനിക്ക് ഹലോ സാറേ, ആക്സസ് ഷെയർ ചെയ്യണം. ഓക്കെ, ഈ നോഷനിൽ എങ്ങനെ ഇത് ഫുള്ള് ഇങ്ങനെ ഈ താഴത്തേക്ക് വന്നു സാറേ? ഇതിപ്പോ എങ്ങനെ ഇത് നമ്മൾ എന്തെങ്കിലും നമ്മൾ എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളും ചെയ്യില്ല, നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് പോയില്ല. നമ്മൾ പകരം ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇപ്പൊ ഇതിലൊരു പ്രൊജക്ട് നോക്കുകയാണെങ്കിൽ ഇതിൽ നോക്കിയാൽ കാണാം. ഇത് ബ്ലാക്ക് സ്ക്രീൻ ഇതിന്റെ ഇതിലെ എങ്ങനെ ടൈപ്പ് ഇതിപ്പോ ഉള്ളില് ചുമ്മാ ഓക്കെ, ടൈപ്പ് ഇതിൽ കുറച്ച് നിങ്ങളൊന്ന് നോട്ട് ഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കാണാം ഇതിൽ സ്ലാഷ് കോഡ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കോഡൊക്കെ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് നമുക്ക് VS കോഡിൽ കാണുന്ന പോലെ ഇത് കോഡ് കാണാൻ പറ്റും, സ്റ്റൈലായിട്ട് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് വായിക്കാൻ വെറുതെ നമ്മൾ വാട്സപ്പിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക ഇഷ്യൂ? നമുക്കിതൊന്നും സ്ലാക്കിൽ ഷെയർ ചെയ്താലും നമുക്ക് മനസ്സിലാവില്ല. ഈ പ്ലാറ്റ്ഫോമിന്റെ ഒരു യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ തന്നെ ഒരു കാര്യം കൂടെ കോഡ് ചെയ്യാം. ഏറ്റവും സ്റ്റാർട്ടിങ്ങിലോ അല്ലെങ്കിൽ ഏറ്റവും അവസാനമായിട്ട് ഇവിടെ ഒരു എറേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ക്രിയേറ്റ് ചെയ്ത് വെക്കാം, ഒരു ഭാഗം ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ഇപ്പൊ ഇവിടെ വേണമെങ്കിൽ ഞാൻ ഈ സ്റ്റുഡന്റിൽ ചെയ്യുന്നില്ല, എന്തെങ്കിലും ചെയ്യാം. ഫിനിഷിൽ തന്നെ വന്നിട്ട് ഇവിടെ ഇപ്പോൾ ഒരു സ്ലാഷ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലുള്ള ഓപ്ഷൻസ് കാണാം, പല ടൈപ്പ് ടെക്സ്റ്റും കാര്യങ്ങളും. ഇപ്പൊ എന്തെങ്കിലും ഹെഡിങ് കൊടുത്തിട്ട് എറേഴ്സ് കൊടുത്തു, എന്നിട്ട് ഇവിടെ ഒരു കോഡിന് വേണ്ടി സ്പേസ് കൊടുക്കുക, അതുപോലെ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഇവിടെ കൊടുത്തു വെക്കാം. അപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് സ്റ്റക്കായി നിൽക്കുകയാണെങ്കിൽ ആ എറർ ഇവിടെ കോഡ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുന്നതിന് പകരം ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ വായിച്ച് നോക്കിയിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാൻ പറ്റും. ആ ഒരു പർപ്പസിനും കൂടി നിങ്ങൾക്ക് ഈ നോഷൻ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് വീക്കിലി ഇപ്പൊ എന്തെങ്കിലും സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് കോഡ് കോപ്പി ചെയ്തിട്ട് പറഞ്ഞതില്ലേ പറഞ്ഞാൽ മതി. ഇപ്പൊ നമ്മുടെ ഈ ടാസ്കിന്റെ ഒപ്പം ചെയ്ത് കൺഫ്യൂഷൻ ആക്കരുത്. എന്നല്ലെങ്കിൽ അടിയിൽ അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം ഒതുക്കി വെച്ചിട്ട് ചെയ്താൽ മതി. ഓക്കെ സാർ. ഏറ്റവും അടിയിൽ ചെയ്താൽ മതി, അതായിരിക്കും നല്ലത്. ഈ നേരത്തെ മറ്റേ സ്ട്രക്ചർ ഒക്കെ ഇല്ലേ ഇപ്പൊ ഇതിലിപ്പോ സാർ ഇപ്പൊ പറഞ്ഞില്ലേ പാക്കേജ് ഒക്കെ ഇല്ലേ, അതെ, അതൊക്കെ സ്ട്രക്ചർ ഉണ്ടാക്കി ഇതിൽ തന്നെ ഉണ്ടാക്കാറോ അതോ ഈ പറഞ്ഞ വേറെ എക്സ്ട്രാ ഇതിലേക്ക് എഴുതിയിട്ട് കോപ്പി ഇതിലേക്ക് ചെയ്തതാണോ? വേറെ ചെയ്താൽ മതി, ഇതിലേക്ക് കോപ്പി ചെയ്താൽ മതി. ഇതിലിപ്പോ മുമ്പത്തെ കണ്ട സ്റ്റുഡന്റ് ചെയ്തേക്കുന്നത് ഫിഗ്മയിലാണ് ചെയ്തേക്കുന്നത്. ഫിഗ്മയിൽ ചെയ്തിട്ട് ഇതിലേക്ക് ഷെയർ ചെയ്തേക്കുന്നത്. വേറെ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ആയാലും കുഴപ്പമില്ല, നമുക്ക് പ്രോപ്പർ ആയിട്ട് വിസിബിൾ ആണെങ്കിൽ സ്ക്രീൻഷോട്ട് ആയാലും കുഴപ്പമില്ല. ഫുൾ ബ്ലാക്ക് ചെയ്തിട്ട് ഇത് ഇതിൽ ചെയ്തതാണോ അത് വേറെ ഇതിൽ ചെയ്തിട്ട് ഷെയർ അല്ല, ചെയ്തതാണോ? ഇതെന്ന് പറയുന്നത് അതെല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലേസ് ആണ്. ഇപ്പൊ നോക്കി കാണുന്നത് ഫിഗ്മയുടെ ലിങ്ക് ആണ്. ഓക്കെ ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ ആ കാര്യങ്ങൾ. വേറെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടായിരിക്കാലോ? ഹലോ, ആ, പറഞ്ഞോളൂ. ഫോമിന്റെ ഒരു ഡൗട്ട് ചോദിക്കാനുണ്ട്. ഇപ്പൊ ഗ്രൂപ്പിലിട്ട് കോർഡിനേറ്റർ ഇട്ട ആ, എന്താ? അപ്പൊ ഈ ബാച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഒരു ബാച്ചിലുണ്ടായിരുന്നു. അപ്പൊ ആ ബാച്ചാണോ അതോ ഇപ്പൊ ഉള്ള ബാച്ചാണോ കൊടുക്കേണ്ടത് ഫോമില്? നേരത്തെ ഏത് ബാച്ചായിരുന്നു? E24 ആയിരുന്നു. ഇപ്പൊ ഇതിലേക്ക് മാറിയത്? ഇപ്പൊ G1 എന്ന് പറഞ്ഞ ബാച്ചിലാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഗ്രൂപ്പില്. അത് ക്യാപ്സ്റ്റോണിന്റെ ബാച്ച് അല്ലേ, നമുക്ക് E24 ആണ് ചോദിക്കുന്നത്. ഓക്കെ. ഓക്കെ, നിങ്ങളുടെ ആ ഗ്രൂപ്പാണ് ചോദിക്കുന്നത്. ഹലോ സർ, കേൾക്കാം. ആ, പറഞ്ഞോളൂ. ഹലോ. ഓക്കെ, സാർ അത് എവിടെയാ സബ്മിറ്റ് ചെയ്യേണ്ടത് വീക്കിലി? വീക്കിലി കോർഡിനേറ്റർ അവനവന്റെ ഗ്രൂപ്പിൽ ഇപ്പൊ ചിലപ്പോ പുതിയൊരു ഗ്രൂപ്പും കൂടി ക്രിയേറ്റ് ചെയ്യും. ഇപ്പോ ക്യാപ്സ്റ്റോൺ പ്രൊജക്ടിന് വേണ്ടിയിട്ട് ഇപ്പൊ പ്രൊജക്ട് ഡെവലപ്മെന്റ് ആണല്ലോ, ക്യാപ്സ്റ്റോൺ പ്രൊജക്ട് ഡെവലപ്മെന്റ് ഗ്രൂപ്പാന്ന് തോന്നുന്നു ഇപ്പൊ നിങ്ങൾ നിൽക്കുന്നത്. അപ്പൊ ക്യാപ്സ്റ്റോൺ പ്രൊജക്ടിന് വേണ്ടി ചിലപ്പോൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അതിലായിരിക്കും എല്ലാം ഷെയർ ചെയ്യുന്നത്. അതിൽ കോർഡിനേറ്റർ ഷെയർ ചെയ്യും ഓരോ ഫോമും ഓരോ വീക്കില്. ഹലോ. സർ സാർ ഇപ്പൊ നമ്മളെ ഇപ്പൊ ഒരു ഹലോ സർ, കേൾക്കണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. ഹലോ, കേൾക്കാനുണ്ടോ? ഹലോ കേൾക്കാം. പ്രൊജക്ട് ചെയ്യുമ്പോഴേ ഓഡിയോ ബ്രേക്ക് ആയി, എന്താ നമ്മള് പ്രൊജക്ട് എന്റെ ഇഷ്യൂ ആണോ? ഓഡിയോ കോഴ്സിന്റെ ബ്രേക്കിംഗ് ആണ്. ഒരെണ്ണം ചെയ്തല്ലോ. ഓക്കെ, ഹലോ, പറഞ്ഞോളൂ. കേൾക്കണ്ട? ഇപ്പൊ കേൾക്കാം, ഹലോ. ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. അല്ല അജയ്, എനിക്ക് മാത്രമാണോ ഇഷ്യൂ ഉള്ളത്? അല്ല അല്ല, സർ ഓഡിയോ ബ്രേക്ക് സ്റ്റുഡന്റിന്റെ സൈഡിൽ നിന്നാണ്. ഓക്കെ, അനീഷ പറയുന്നത് കേൾക്കുന്നില്ല. അതെ സർ, ഇപ്പൊ നമ്മളിപ്പോ പ്രൊജക്ട് ചെയ്യുമ്പോഴേ നമുക്കിപ്പോ
ഒരു ലോജിക്ക്. ഹലോ സാർ കേൾക്കാമോ? കേൾക്കുന്നില്ല, ഹലോ. ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്നുണ്ട്. ചാറ്റിൽ ഇട്ടോളൂ, എന്താണെന്നുള്ളത് മെസ്സേജ് ഇട്ടോളൂ. ഞാൻ respond ചെയ്യാം. വേണ്ട. കേൾക്കുന്നില്ല. ഓക്കെ, ചാറ്റിൽ മെസ്സേജ് അയച്ചോളാം, ഞാൻ നോക്കാം എന്താണെന്നുള്ളത്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു. ഹലോ ആ, പറഞ്ഞോളൂ. സാറിന്റെ മെയിൽ ഐ ഡി ഒന്ന് ഷെയർ ചെയ്യാമോ സ്ലാക്കിൽ? ഓക്കെ, ഞാൻ സ്ലാക്കിൽ ഒന്ന് ഇടാം. വെയിറ്റ്, ഞാൻ ഷെയർ ചെയ്യണതിന് മുമ്പായിട്ടേ ചിലപ്പോൾ നിങ്ങൾ ഗ്രൂപ്പ് സ്പ്ലിറ്റ് ചെയ്യും. ചിലപ്പോൾ 2 ഗ്രൂപ്പായിട്ട് ചിലപ്പോൾ തിരിക്കും. അങ്ങനെയാണെങ്കിൽ അജയ് ആണ് ഒരു മെൻറ്റർ വരുന്നത്, ഞാനായിരിക്കും വേറൊരു മെൻറ്റർ. അപ്പോൾ ഏത് മെൻറ്ററാണ് നിങ്ങൾക്ക് അസൈൻ ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ഷെയർ ചെയ്താൽ മതി. എനിക്ക് ഷെയർ ചെയ്യുന്നുണ്ട്, അതിന് പകരം നിങ്ങൾ ഏത് ഗ്രൂപ്പിലേക്കാണ് തിരിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ഷെയർ ചെയ്താൽ മതി. ഓക്കെ ആണോ? നിങ്ങളെ മെൻറ്റർ ഏതാണെന്നുള്ളത് അറിയിക്കാം. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഇമെയിൽ കൂടി ഷെയർ ചെയ്യാം. അത് പ്രൊജക്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും തിരിക്കുക. പ്രൊജക്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞായിരിക്കും നാളെ ആയിരിക്കും മിക്കവാറും ഇതിലേക്ക് തിരിക്കുന്നത്. ഓക്കെ, നാളെ എന്തെങ്കിലും ക്ലാസ് ഇല്ലല്ലോ? നാളെ മുതൽ ചെയ്തു തുടങ്ങാനല്ലേ ഡേറ്റ്? നാളെ മുതൽ നിങ്ങൾ ചെയ്തു തുടങ്ങിക്കോളൂ. ഓക്കെ, നാളെ ക്ലാസ് ഇല്ലല്ലോ? നാളെ തന്നെയല്ലേ മറ്റേ? നാളെ ഇല്ല, പകരമുള്ളത് 9-ാം തീയതിയാണ് പിന്നെയുള്ളത്. അതെ. അപ്പൊ ഇന്നിപ്പോ മൊത്തം ഡിസ്ക്രിപ്ഷൻ എല്ലാം വായിച്ചു നോക്കിയിട്ട് നാളെ രാവിലെ ഒന്ന് സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഈ ഇപ്പൊ 10 പ്രൊജക്റ്റ് അല്ല, 10 പ്രൊജക്റ്റ് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നോക്കി പ്രോപ്പറായിട്ട് നോക്കിയാലല്ലേ എന്നുവെച്ചാ. ഇന്ന് പറ്റുന്നുള്ള ഒരു മാക്സിമം ഇന്ന് ചെയ്യുക. അത് അധികം കൺഫ്യൂഷൻ ആക്കണ്ട. നിങ്ങൾ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊജക്ട് ചൂസ് ചെയ്തിട്ട് വേഗം തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ചെയ്യാം. അല്ലെങ്കിൽ Okay. മാക്സിമം നാളെ മോർണിംഗ് അതിനപ്പുറത്തേക്ക് കറക്റ്റ് വിടാണ്ടിരിക്കും. മാക്സിമം തന്നെ വിഷയം. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. നമുക്ക് 10-15 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം. ഹലോ സാറേ. ടാസ്ക് പറഞ്ഞോളൂ. സാർ, ഈ പ്രോജക്റ്റിന്റെ ഹെഡിങ് ഇപ്പൊ ജസ്റ്റ് ഒന്ന് കണ്ടതേ ഉള്ളൂ. അതിനകത്ത് ഈ ഇ-കൊമേഴ്സിന്റെയും റെന്റിന്റെയും 2 പ്രോജക്റ്റ് കിടക്കുന്നു. അപ്പൊ ഈ 2 പ്രോജക്റ്റും തമ്മിൽ നല്ല വ്യത്യാസമില്ലേ കണ്ടന്റ്? വ്യത്യാസം ഉണ്ടായിരിക്കും. അത് അതിന്റെ നമ്മൾ ഉള്ളിൽ നമ്മൾ ബിൽഡ് ചെയ്യുന്ന ലോജിക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും. അല്ല, ഒരുപാട് കണ്ടന്റ് ഇ-കൊമേഴ്സ് നമ്മൾ കുറച്ചുകൂടി കാര്യമായിട്ട് ചെയ്യേണ്ടി വരത്തില്ലേ? അപ്പം സെലക്ട് ചെയ്യുമ്പോൾ അത് കൂടുതൽ കണ്ടന്റ് ഉള്ളത് എടുക്കണോ? നിങ്ങളുടെ താല്പര്യം, നിങ്ങൾക്ക് അത് ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ എളുപ്പമുള്ളത് യൂസ് ചെയ്യാം. അല്ല നിങ്ങൾക്ക് കുറച്ചും കൂടി അഡ്വഞ്ചർ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാം. ഏതാണ് നിങ്ങൾക്ക് എളുപ്പം എന്നുള്ളത് നോക്കി നിങ്ങളുടെ കൺവീനിയൻസ് ആണ്. സാർ, ഇപ്പൊ നമ്മളിപ്പോ പ്രൊജക്ട് ചെയ്യുന്നത് നമ്മളിപ്പോ ഒരു റെന്റൽ കാറിന്റെ ആണെങ്കിൽ നമുക്കൊരു ലോജിക് ഒന്നും ഉണ്ടാവില്ലല്ലോ. ജസ്റ്റ് ഒരു ഹോം പേജ് ഉണ്ടാവും, അത് കാർ സെലക്ട് ചെയ്യും, ആഡ് ടു കാർട്ട് എടുക്കും. അപ്പൊ നമുക്ക് ഈ ലോജിക്കിന് നമുക്ക് എന്ത് ചെയ്യാൻ? അത് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനിൽ നിന്ന് തപ്പി കണ്ടുപിടിക്കലാണ് ഏറ്റവും നല്ല വഴി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ട് കുറെ വെബ്സൈറ്റ് ഉണ്ടായിരിക്കും. റെന്റൽ കാറിനെ ആയാലും വേറെ കാര്യങ്ങൾക്കായാലും ഓരോ വെബ്സൈറ്റ് ഉണ്ടായിരിക്കും. ഇപ്പൊ ഇതിന്റെ ലോജിക്ക് നമുക്ക് സാവധാനം ഇരുന്ന് വേണമെങ്കിൽ വയർ ഫ്രെയിമിങ് ചെയ്യുമ്പോൾ സുഖമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ വയർ ഫ്രെയിമിങ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനൊരു ലാൻഡിംഗ് പേജിന് കൊടുത്തു. എല്ലാ യൂസർക്കും അവിടേക്ക് കിടക്കാം. എന്നിട്ട് പിന്നെ എന്താ ഉണ്ടായിരിക്കുക, നമ്മൾ ഒതന്റിക്കേഷൻ ചെയ്യേണ്ട എല്ലാ വെബ്സൈറ്റും. അപ്പൊ ലോഗിൻ പേജ് വേണം, സൈനപ്പ് വേണം, അതുപോലെ ഹോം പേജ് കൊടുക്കുക, പ്രൊഡക്റ്റ് പേജ് കൊടുക്കുക. നമ്മൾ ഒന്നില്ലെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വെബ്സൈറ്റിനെ റെഫർ ചെയ്ത് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു മെന്റൽ മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് നമുക്ക് ബിൽഡ് ചെയ്ത് പോകാം. സ്റ്റാർട്ടിങ് ആവുമ്പോ അതായിരിക്കും. അത് തന്നെ നമുക്ക് ഇപ്പൊ റെന്റൽ കാറിന്റെ ഇഷ്ടംപോലെ വെബ്സൈറ്റ് ഉണ്ടാവും. അത് നമ്മള് ക്ലോൺ ചെയ്യാൻ പറ്റും, അതായത് അതുപോലെ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോ പബ്ലിക് ആക്കിയിട്ട് കുറച്ച് മാറ്റം, സെയിം നെയിമും സെയിം ഇമേജും അല്ലാണ്ട് അതിന്റെ റെഫറൻസ് ആയിട്ട് ചൂസ് ചെയ്യാൻ മാക്സിമം നോക്കാം. കാരണം വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നമുക്ക് ലോജിക് ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ മോഡൽ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ മോഡൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇന്നത് വേണം. അപ്പൊ ഞാൻ ആ സാറിന് അത് കാണിച്ചപ്പോഴാണ് പേയ്മെന്റ് ഐഡിയ ഇന്ന സാധനങ്ങളൊക്കെ വേണം എന്നുള്ള
അതിന്റെ ഐഡിയ നമുക്കില്ലല്ലോ. ആ ആ അപ്പൊ പേയ്മെന്റിന്റെ ബ്രൗസ് കാര്യങ്ങൾ ചെയ്തിട്ട് കുഴപ്പമില്ല. പേയ്മെന്റിന്റെ കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് റേസർ പേ വെച്ചിട്ടുള്ള ക്ലാസ് വരുന്നുണ്ട് ലാപ്ടോപ്പില്. അപ്പൊ അതിൽ പേയ്മെന്റിന്റെ കാര്യങ്ങളെല്ലാം ഓക്കെ ആവും. ബാക്കി പിന്നെ നമ്മുടെ വെബ്സൈറ്റ് പോലെ ഇപ്പൊ നമ്മുടെ വെബ്സൈറ്റിൽ ഒരു കാർട്ട് ഉണ്ടെങ്കിൽ കാർട്ടിന്റെ മോഡൽ വേണ്ടി വരും. ഇപ്പൊ വേറെ എങ്ങനെയാണ് ഇപ്പൊ കാറ്, ഇപ്പൊ നമുക്ക് ആ കാറിന്റെ SRSS അതായത് കാർ റെന്റൽ കാറിന്റെ SRSS നോക്കി കാണാം. അതിൽ ഒരു കുറച്ച് റിക്വയർമെന്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഒരു കാറ് സെല്ലറോ അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ അതുപോലെ വേണം. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതുപോലത്തെ പേജ് വേണ്ടിയിരുന്നുള്ളത് നമുക്ക് മനസ്സിലാവും. നമുക്ക് ജസ്റ്റ് ഒരു ഫിഗർ വരച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ പിടികിട്ടും. ഇല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വെബ്സൈറ്റിന്റെ റെഫറൻസ് എടുക്കാനാണ് മാക്സിമം ഞാൻ പറയാം. ഫുള്ള് ക്ലോൺ ചെയ്യാൻ നിൽക്കണ്ട, കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ചെയ്യാൻ നോക്കാം. ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കാം. പറഞ്ഞോളൂ. നമ്മളിപ്പോ ഒരു വെബ്സൈറ്റ് ക്ലോൺ ചെയ്ത് റെഫറൻസ് എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് ഇമേജ് നമ്മൾ സാധാ URL കൊടുത്താൽ മതി, ലോക്കലായിട്ട് തന്നെ ചെയ്യണമെന്നുണ്ടോ? ലോക്കലായിട്ട് ഉദ്ദേശിച്ചത് ഡാറ്റാബേസിലേക്ക് ഇമേജ് അപ്ലോഡ് ചെയ്യുന്നതാണോ? അതെ അതെ. നമ്മളിപ്പോ ഓൺലൈനിൽ നിന്ന് എടുത്ത് നമ്മൾ മറ്റേ ഇമേജിന്റെ ലിങ്ക് കോപ്പി ചെയ്യുമല്ലോ, ആ അങ്ങനെ തന്നെ ചെയ്താൽ മതിയോ? നമ്മളിപ്പോ അങ്ങനെ ആയാലും മതി, അതായാലും മതി. ഡാറ്റാബേസിൽ ഇപ്പൊ അതായാലും സ്റ്റോർ ചെയ്താലും മതി, കുഴപ്പമില്ല. നമുക്ക് മറ്റേതിനുള്ള ഓപ്ഷനും കൂടി കൊടുത്തോളൂ. മൾട്ടറും നമ്മൾ ക്ലൗഡിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അതും ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കാര്യം കൂടി ചെയ്തോളാം. എക്സ്ട്രാ അഡീഷണൽ ആഡ് ചെയ്യുമ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അതന്നെ കോപ്പി ചെയ്താലും മതി, കുഴപ്പമില്ല. ഓക്കെ. അതുപോലെ തന്നെ സ്റ്റൈലിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലെയിൻ CSS വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ കമ്പോണന്റ് ലൈബ്രറീസ് എന്തെങ്കിലും യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ടൈൽവിൻഡ് ഉണ്ട്, അതുപോലെ ബൂട്ട് സ്ട്രാപ്പ് ഉണ്ട്. ഇപ്പൊ ടൈൽവിൻഡ് തന്നെ കുറെ കമ്പോണന്റ് ലൈബ്രറീസ് വരുന്നുണ്ട്, ഡെയ്സി UI അതുപോലത്തെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിലൊക്കെ ഫ്രീഡം ഉണ്ട്. സ്റ്റൈലിങ്ങിന് വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം, റെഫറൻസ് ഒക്കെ എടുക്കാം. അപ്പൊ എല്ലാം നിങ്ങൾ എന്താ സ്ക്രാച്ചിൽ നിന്ന് തന്നെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നില്ല, ഹലോ സാറേ, കമ്പോണന്റ് ലൈബ്രറി യൂസ് ഇപ്പോ ചെയ്യാം. ഈ CSSന്റെ കാര്യം നമ്മൾ വെക്കേണ്ട കാര്യമില്ല. ഒന്നാമത് ഇപ്പൊ അത് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാലോ. അപ്പൊ അത് നമ്മൾ സ്റ്റൈലിംഗ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. റെഫറൻസ് ആയിട്ട് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അത്. റെഫറൻസ് എന്ന് വെച്ചത് അല്ല, ഇപ്പൊ നമ്മളിപ്പോ കൊടുക്കൂലേ, ഇപ്പൊ സബ്മിറ്റ് ചെയ്യുമല്ലോ, സബ്മിറ്റ് ചെയ്യാനുള്ള അത് വെക്കണ്ടല്ലോ. CSന്റെ എന്താണ് യൂസ് ചെയ്യുന്നത്, ഏത് CSS യൂസ് ചെയ്യണെന്ന് നമ്മളിപ്പോ റിവിഷൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ പിന്നീട് അതിൽ അപ്ഡേറ്റ് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ. സാർ ഈ സ്റ്റൈൽ ചെയ്യുമ്പോ ബൂട്ട് സ്ട്രാപ്പിനും ടൈൽവിൻഡിനും ഒക്കെ ചെയ്യാതെ SCSS ഉപയോഗിക്കാൻ പറ്റുമോ? യൂസ് ചെയ്യാം. SCSS യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം. ഹലോ സാറേ, ഉം. ഹലോ സാറേ, ഞാനിവിടെ ഇ-കൊമേഴ്സ് ബിസിനസ് സൈറ്റിന്റെ PDF വായിച്ചു നോക്കിയായിരുന്നു. അതിലിപ്പോ ഇതിന്റെ അകത്ത് കൊടുത്തേക്കുന്ന ഫീച്ചേഴ്സ് എന്നത് ആപ്ലിക്കേഷൻ വലിയ ആക്സസിബിൾ ഇൻ ഡാർക്ക് ആൻഡ് ലൈറ്റ് മോഡ്. Only authorized users users can access the platform. Product list, shopping card, payment gateway, add in review. ഇത് ചെറിയൊരു പക്ഷെ ഇത് ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ് ആയിട്ട് പറയാൻ പറ്റൂലല്ലോ സാറേ ഇത് നമുക്ക്. എന്താണ് മനസ്സിലായില്ല? ഇപ്പൊ ഞാൻ ഇ-കൊമേഴ്സ് ബിസിനസ് സൈറ്റിന്റെ PDF എടുത്തായിരുന്നു, ഷെയർ ചെയ്തില്ലായിരുന്നു സാർ. അപ്പം അതിന്റെ അകത്ത് ഇത്തരം കാര്യങ്ങളാണ് പറഞ്ഞേക്കണത്. The application will be accessible in dark and light mode. Only the authorized user can access the platform. The third one, product list, shopping cart, payment gateway, add in review. Okay. സാറേ, ഇതൊരു ഇൻട്രസ്റ്റ് നമുക്കിപ്പോ അറിയാം, ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള വെബ്സൈറ്റുകൾ നമുക്കറിയാലോ, നമ്മൾ ഡെയിലി ഉപയോഗിക്കണല്ലോ. അപ്പൊ ഇതൊരു നമുക്ക് ആ ഒരു ലെവലിലോട്ട് പോകാൻ പറ്റൂലല്ലോ ഇത് വെച്ചിട്ട്? അതൊരിക്കലും പറ്റില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ടും ആമസോണൊക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ട് ഒരു മെയിൻ സ്റ്റാക്ക് മാത്രം യൂസ് ചെയ്തിട്ടില്ല. അത് സ്കേലബിലിറ്റി അവരിപ്പോ മൈക്രോ സർവീസസ് യൂസ് ചെയ്ത് ഓരോന്ന് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. നമുക്കൊരിക്കലും ആ ലെവലിൽ പ്രൊജക്ട് ഒരിക്കലും നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അതിന്റെ കാര്യങ്ങൾ തന്നെ ചെറിയ യൂസേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ വേണമെങ്കിൽ നമുക്ക് പല ഫീച്ചേഴ്സ് കൊണ്ടുവരാം നമ്മുടെ കഴിവനുസരിച്ച്. സാർ പറഞ്ഞ എനിക്ക് മനസ്സിലായി. അപ്പൊ നമുക്കൊരു 50 അല്ല, അതേപോലെ അല്ല, നമുക്കപ്പോ ഞാനിപ്പോ കൊമേഴ്സ് ബിസിനസ് ആയിട്ട് പ്രൊജക്റ്റ് ആയിട്ട് എടുക്കുവാണെങ്കിൽ അതിന്റെ കാര്യങ്ങൾ എനിക്ക് എത്തിക്കാൻ പറ്റുമോ? അല്ല സാറ് അഡീഷണൽ ആയിട്ട് ഇപ്പൊ ഞങ്ങൾ പറഞ്ഞതിൽ നിർത്തണം എന്ന് ഒരിക്കലും പറയില്ല. നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഫീച്ചർ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ അതൊക്കെ എന്തായാലും ചെയ്യാം. ഓക്കെ. അപ്പൊ അതിനുള്ള ഗൈഡിങ് അവിടെ നിന്ന് കിട്ടുമല്ലോ? ഗൈഡിങ് നമുക്ക് ചെയ്യാം.
ഓക്കെ ഓക്കെ, നമുക്കിപ്പോ മിനിമം ഇതിൽ ചെയ്തിരിക്കണം എന്നുള്ള രീതിക്കാണ് നമ്മൾ പറയുന്നത്. ബാക്കി ആ നമ്മുടെ ടൈം ഫ്രെയിമിന്റെ ഉള്ളിൽ അത് ചെയ്യാനും നോക്കണം, അതുപോലെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ നോക്കണം. ഓക്കെ ഓക്കെ ഫൈൻ ഓക്കെ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ വേറെ എന്തെങ്കിലും ഉണ്ടോ? അജയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, നമ്മൾ ഓൾറെഡി എല്ലാ കാര്യങ്ങളും ഇൻഫോം ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ ഇ കൊമേഴ്സിന്റെ കേസ് പറഞ്ഞത് അത് തന്നെയാണ് എനിക്ക് റിപ്പീറ്റ് ചെയ്യാനുള്ളത്. നമ്മൾ ഒരു പ്രൊജക്ട് ചൂസ് ചെയ്യുമ്പോൾ മിനിമം ആയിട്ട് വേണ്ട കാര്യങ്ങളാണ് നമ്മൾ ആ PDF എഴുതിയിട്ടുള്ളത്. സോ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഇപ്പോൾ ആള് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരു ഇ കൊമേഴ്സിന്റെ സൈറ്റിലോട്ട് വരുമ്പോൾ നമുക്ക് അവിടെ വിഷ് ലിസ്റ്റ് ഉണ്ടാവും, കാർട്ട് പേജസ് ഉണ്ടാവും, ഫിൽട്രേഷൻസ് ഉണ്ടാവും, അത്തരത്തിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടാവും. സോ പറ്റുന്നവരൊക്കെ അത് ഇംപ്ലിമെന്റ് ചെയ്യുക, നമ്മുടെ പ്രൊജക്ട് പറ്റുന്നത്ര വലുതാക്കാൻ ശ്രമിക്കുക. പക്ഷേ ഒരാൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ PDF മെൻഷൻ ചെയ്തിട്ടുള്ള ആ ഫീച്ചേഴ്സ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. അതിൽ കൂടുതലായാലും കുഴപ്പമില്ല, കുറയാൻ പാടില്ല എന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും സംസാരിച്ചു. അതായത് നമ്മൾ റിവ്യൂ ഉണ്ടാവും, ടെർമിനേഷൻ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ മെൻറ്റേഴ്സിനെ കോൺടാക്ട് ചെയ്യാം, സ്ലാക്ക് വഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. പിന്നെ ഒന്നുമില്ല. ഓക്കെ, നോഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, നോഷൻ വഴിയാണ് സബ്മിറ്റ് ചെയ്യാന്നുള്ളത് പറഞ്ഞു. ഓക്കെ, സോ ബേസിക്കലി ഇത്ര പറയാനുള്ളൂ. നിങ്ങൾ എന്താ ഇത്ര കാലം പഠിച്ചത് നിങ്ങളൊന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവാണ്. സോ ഫുൾ കോൺഫിഡൻസിൽ ഒരു പ്രൊജക്ട് ചെയ്യുക. ഇത് അത്യാവശ്യം നല്ല വൃത്തിക്ക് തന്നെ ചെയ്യുക. കാര്യം നിങ്ങൾ ഇതൊക്കെ റെസ്യൂമേൽ ആഡ് ചെയ്തിട്ടായിരിക്കുമല്ലോ നമ്മൾ പ്ലേസ്മെന്റിലോട്ട് പോവുക. സോ നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് നല്ല വൃത്തിക്ക് തന്നെ ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. അശ്വിൻ, അത്രേ ഉള്ളൂ എൻ്റെ സൈഡിൽ നിന്ന്. സാറേ ഞാൻ ഒരു കാര്യം വിട്ടുപോയായിരുന്നു സാറേ, ആ ടെർമിനേഷൻ്റെ കാര്യം ഒന്ന് പറയാമോ? ടെർമിനേഷന്റെ കാര്യം എന്ന് പറയുന്നത് വീക്ക്ലി റിവ്യൂ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അതായത് എല്ലാ ചൊവ്വാഴ്ചയാണ് റിവ്യൂ വരുന്നത്. അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മൾ തിങ്കളാഴ്ച വൈകിട്ട് തന്നെ നിങ്ങളുടെ നോഷനിൽ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് വീക്കിൽ എന്താണോ ചോദിച്ചിരുന്ന ടാസ്കിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ആ ടാസ്ക് സബ്മിറ്റ് ചെയ്യണം. ഒരു ഫോം ഷെയർ ചെയ്യും എല്ലാ വീക്കിലും. ആ ഫോമിൽ ആ ടാസ്ക് നോഷന്റെ ലിങ്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും വെച്ച് ഫോം സബ്മിറ്റ് ചെയ്യാം. അപ്പൊ ഞങ്ങൾ റിവ്യൂ ചെയ്യും, പ്രോപ്പറായിട്ട് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടോ, ടൈമിൽ വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ അടുത്ത വീക്കിലേക്ക് കടത്തി വിടും. ഇപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഇതിപ്പോ ഞങ്ങൾ പറഞ്ഞ സമയത്ത് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെർമിനേഷൻ ഉണ്ടായിരിക്കും. ടെർമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാച്ചിൽ നിന്ന് പിടിച്ച് പുറത്താക്കലല്ല, ഈ ബാച്ചിൽ നിന്ന് മാറ്റി അടുത്ത പ്രൊജക്ട് ഡെവലപ്മെന്റിന് വീണ്ടും ഒരു സെഷൻ വരുമല്ലോ, വേറെ ബാച്ചസ് കയറി വരുമ്പോൾ അവരുടെ കൂട്ടത്തിൽ നിങ്ങൾ ഇരുത്തും. അവരുടെ കൂടെ വേണം നിങ്ങൾ പ്രൊജക്ട് ചെയ്യാനായിട്ട്. സാറേ ഇപ്പൊ സപ്പോസ് ഇപ്പൊ സാർ പറഞ്ഞ എല്ലാ ചൊവ്വാഴ്ചയും റിവ്യൂ സെക്ഷൻ ഉണ്ടാവും. അതിന്റെ അകത്ത് ഡിസൈഡ് ചെയ്യണോ മുന്നോട്ട് പോകണോ വേണ്ടതെന്ന് തീരുമാനിക്കാം. അപ്പൊ ഈ പറഞ്ഞ ടാസ്ക് ഒക്കെ ഇപ്പൊ സപ്പോസ് എനിക്ക് ചിലപ്പോ ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലെന്ന് പറയാലോ, സെർച്ച് ചെയ്തിട്ട് ചിലപ്പോ കിട്ടിയില്ലെന്ന് പറയാം, കറക്റ്റ് സമയത്ത് വെക്കാൻ പറ്റില്ലെന്ന് പറയാം. അപ്പൊ ഉള്ളത് സബ്മിറ്റ് ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയില്ല, അതെങ്ങനെയാണ്? അപ്പൊ അവിടെ നിന്ന് ഹെൽപ്പ് ചെയ്യാം. നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആ സമയത്ത് കംപ്ലീറ്റ് ചെയ്യണം. അതായത് ഫസ്റ്റ് വീക്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, അതെ, അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്യണം. ബാക്കി ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഗൈഡൻസ് ഉണ്ടായിരിക്കും. പക്ഷെ നമുക്ക് എല്ലാ കാര്യങ്ങളും എടുത്തെടുത്ത് പറഞ്ഞു തരാൻ പറ്റില്ല എല്ലാ സ്റ്റുഡൻസിനും. ഗൈഡൻസ് ആണ് ഉണ്ടായിരിക്കുക. നിങ്ങൾക്ക് സ്റ്റക്ക് ആയിട്ടുള്ള ഭാഗം മതിയാണെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ആരാണോ മെന്റർ എന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരതിന് ഗൈഡൻസ് ഒക്കെ കിട്ടുന്നതാണ് പ്രോപ്പറായിട്ട്. പിന്നെ അഥവാ ഇനി എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ പറ്റിയില്ലേ, ഇപ്പൊ നമുക്ക് പ്രൊജക്ടിന്റെ ദിവസത്തിൽ ഇപ്പൊ ഒരു 4 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു, അങ്ങനത്തെ അവസ്ഥയ്ക്ക് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ആ വീക്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് വരും. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ അതൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ചെറിയ രീതിക്ക് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വന്നാലൊക്കെ ചെയ്യാം. പക്ഷെ അത് എല്ലാവരും അത് അങ്ങനെ കാര്യം പറഞ്ഞു വരുന്നത്. തലേദിവസം വൈകിട്ട് വന്നിട്ട് ഞാൻ ഇങ്ങനെ ആയിരുന്നു വീക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമ്മതിക്കില്ല. ഇപ്പൊ നേരത്തെ കുട്ടിയൊക്കെ പറയാണ് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളതൊക്കെ പറയുകയാണെങ്കിൽ മനുഷ്യന്മാരാണ്, എല്ലാവർക്കും അറിയാം. അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ രീതിക്കുള്ള എക്സ്ക്യൂസസ് ഒക്കെ ചെയ്യാറുണ്ട്. ഹലോ സാറേ, പറഞ്ഞോളൂ. ഇതിപ്പോ സാർ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ പ്രൊജക്ട് സെലക്ഷന്റെ കേസ്, അതിപ്പോ എന്റെ ഒരു അഭിപ്രായമാണ് ഇതല്ല എന്നുവെച്ചാൽ വേറെ ഈ 10 ടോപ്പിക്സ് നമ്മളിപ്പോ ഓരോ ടോപ്പിക് എല്ലാരും നല്ല ടോപ്പിക്സ് ആയിരിക്കും. പക്ഷെ എല്ലാരും വായിച്ചിട്ട് അതിന്റെ കുറച്ചുകൂടി കണ്ടന്റ്സ് മനസ്സിലാക്കുമ്പോഴേക്കും ഒരു ഏകദേശം ഒരു സമയം വേണമല്ലോ, ഒന്നത്തിന്റെ എങ്ങനെ കുറച്ചെങ്കിലും നോക്കി. അപ്പൊ നാളെ ഒരു ഉച്ച അങ്ങനെയൊക്കെ ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് വരാൻ പറ്റുമോ? വേറെ ഒന്നല്ല, ഇപ്പൊ എല്ലാ ടോപ്പിക്സും നല്ലതായിരിക്കും 10 എണ്ണത്തിൽ. അപ്പൊ അതൊന്നും കൂടി യൂട്യൂബ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയിട്ട് നമുക്കത് അങ്ങനെ സബ്മിറ്റ് ചെയ്ത ടോപ്പിക്സ് ഇപ്പൊ പറഞ്ഞിട്ട് ഇന്ന് ഒറ്റ ദിവസം ഈ കുറച്ച് നേരം കൊണ്ട് പെട്ടെന്ന് ടോപ്പിക് സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്ന പറയുമ്പോൾ ചിലപ്പോ
ആദ്യമേ തന്നെ എടുത്തിരിക്കും. പക്ഷെ കുറച്ചും കൂടി നോക്കുമ്പോൾ നല്ല ഇത് കുറച്ചും കൂടി നല്ല പ്രൊജക്റ്റ് ആണ്. പിന്നെ മാറ്റാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഇന്ന് സെലക്ട് ചെയ്തിട്ട് നാളെ മാറ്റാൻ പറ്റുമോ? ഇല്ല. അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ നമ്മളിപ്പോ എല്ലാ പറഞ്ഞോളൂ പ്രൊജക്റ്റിലും ഇന്നെ സെലക്ട് നമ്മൾ ഇന്നെ നോക്കുകയാണെങ്കിൽ സെലക്ട് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഓരോ 10 പ്രൊജക്റ്റും നമ്മൾ നോക്കി മനസ്സിലാക്കി എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ് ഈ ഓരോ ഭാഗങ്ങൾ ചെയ്യൂല. ഇപ്പൊ കോമ്പോണൻസ് ആണെങ്കിലും ബാക്ക് എൻഡ് ആണെങ്കിലും അത് കണക്ട് ചെയ്തിട്ട് ഫുള്ളാക്കുമ്പോൾ അതിന്റെ ഓരോ ഇൻട്രസ്റ്റ് വരില്ല. വെച്ചാൽ ഓരോ സ്പെസിഫിക് ടോപ്പിക് അതിപ്പോ ഒരു യൂട്യൂബ് അല്ലെങ്കിൽ എന്തെങ്കിലും ക്രോം ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാകുന്നത്. അപ്പൊ ഒന്നും സെർച്ച് ചെയ്യുമ്പോൾ തന്നെ പ്രോപ്പറായി മനസ്സിലാക്കാൻ സമയം എടുക്കുമല്ലോ. അതെ ഞാൻ പറഞ്ഞോളൂ. കാര്യം പറഞ്ഞത് എനിക്ക് മനസ്സിലായി. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പ്രൊജക്ട് നമ്മളിപ്പോ എല്ലാത്തിന്റെയും നോക്കി കഴിഞ്ഞാൽ എല്ലാത്തിനും കോമൺ ആയിട്ട് വരുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കി പിന്നെ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുന്ന പോലെ ഇരിക്കും ഓരോ പ്രൊജക്ട്. ഇപ്പൊ അതിലിപ്പോ ഒരു പ്രൊജക്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ അതിലിപ്പോ ആ SRS-ൽ ചിലപ്പോൾ മിനിമം കുറച്ച് കാര്യങ്ങൾ കൊടുക്കുന്നുള്ളൂ. ബാക്കി നമ്മളാണ് ബിൽഡ് ചെയ്തെടുക്കുന്നത്. അപ്പൊ നമുക്ക് ഏത് പ്രൊജക്ട് ചൂസ് ചെയ്താലും നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് അതിനെ വൃത്തിയാക്കി എടുക്കാൻ എന്തായാലും പറ്റും. അതൊരു കാര്യം. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ നിങ്ങളിപ്പോ ടൈം ഇതിനു വേണ്ടി കുറെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടാവുന്ന ഇഷ്യൂ വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. നാളെ എന്ന് വെച്ചാൽ നാളെ ഒരു 10 മണി 11 മണിക്ക് മുമ്പായിട്ട് മാക്സിമം എല്ലാവരും കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ. അല്ല ഞാൻ പറഞ്ഞത് ഇതാണ് വെച്ചാൽ ഇപ്പൊ പല രീതിയിൽ നമുക്ക് ചെയ്യാമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ. മാക്സിമം പറ്റുന്നുണ്ടെങ്കിൽ ഇന്ന് ചെയ്യാം, ഇല്ലെങ്കിൽ നാളത്തേക്കായാലും ഓക്കെ, ഞങ്ങൾ സമ്മതിക്കാം. നാളെ ആയാലും കുഴപ്പമില്ല എന്ന് വെക്കാം. വേറെ അജയ് 13-ാം തീയതിയാണല്ലോ ഫസ്റ്റ് റിവ്യൂ. അപ്പൊ നാളെ ഒരു ദിവസം കൂടി ഉണ്ടല്ലോ. എന്താന്ന് വെച്ചാ നാളെ ക്ലാസ് ഇല്ല. അപ്പൊ നാളെയും കൂടി എല്ലാവർക്കും എന്നും നാളെയും കൂടി ഇരുന്ന് എന്നിട്ട് സബ്മിറ്റ് ചെയ്താൽ മതിയല്ലോ. അച്ഛാ അത് ചോദിച്ചു. അജയ് എന്താ ചെയ്യേണ്ടത്? നാളത്തെയും കൂടി ഒരു ടൈം കൊടുക്കണോ? എന്താ ചെയ്യേണ്ടത്? ഞാൻ ചോദിച്ചത് എന്ന് വെച്ചാൽ ഇപ്പൊ ഇത് ഗൂഗിൾ ഷീറ്റില് സബ്മിറ്റ് ചെയ്താൽ പോരെ, ഈ പറഞ്ഞ ഗൂഗിൾ ഫോമില്. ഓക്കെ, അതില് നമ്മള് പറഞ്ഞല്ലോ, ഇപ്പോ വിശ്വജിത്ത് പറഞ്ഞ പോലെ തന്നെ നമുക്ക് 13-ാം തീയതിയാണ് റിവ്യൂ വരുന്നത്. അപ്പൊ പ്രൊജക്ട് സെലക്ട് ചെയ്യാൻ തന്നെ നമ്മൾ ഈ ഒരു ടൈം സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള ടൈമിന് ചിലപ്പോൾ അത് ബാധിക്കും. അത് മാത്രമല്ല, ഈ പ്രൊജക്റ്റില് എന്താണ് കൺഫ്യൂഷൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. കൂടുതൽ ടൈം വേണമെന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണെന്ന് ക്ലിയർ ആക്കാം. അതല്ല ഇപ്പൊ 10 പ്രൊജക്ട് തന്നിട്ടുണ്ടല്ലോ. അതെ, നമുക്ക് അതിന് ഒരു പ്രൊജക്ടിനെ കുറച്ച് കൂടുതൽ നമുക്ക് വിശദമായിട്ട് നമുക്ക് ഡീറ്റെയിൽ നോക്കണമെങ്കിൽ അങ്ങനെ പറഞ്ഞോളൂ. ഇപ്പൊ ഇന്നെ സബ്മിറ്റ് എനിക്ക് കുഴപ്പമില്ല. ഞാൻ ഒരു ക്ലാരിറ്റിക്ക് ഇപ്പൊ ഓരോ പ്രൊജക്ട് ടോപ്പിക്സ് നോക്കുമ്പോൾ ക്ലാരിറ്റിക്ക് വേണ്ടി നമ്മൾ കുറെ ഡീറ്റെയിൽസ് നോക്കൂലോ. ഇപ്പൊ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്യണമല്ലോ. ഈ സെലക്ട് ചെയ്ത് പകുതി വെച്ച് നമുക്ക് പറ്റില്ലെങ്കിൽ ഇട്ടിച്ച് പോകാൻ പറ്റില്ലല്ലോ. ഓക്കെ, അത് മനസ്സിലായി. പക്ഷെ ഈ ഒരു എന്താ പറയാ, എല്ലാത്തിലും ഓവറോൾ ആയിട്ട് കുറെ സെയിം കാര്യങ്ങൾ വരും. സോ ഓക്കെ, വിശ്വജിത്ത് പറയുന്നത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്ന ടൈം എപ്പോഴാണ്? എത്ര അല്ല എനിക്ക് കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് ഈ കാര്യം പറഞ്ഞു. കിട്ടണമെങ്കിൽ നാളെ രാവിലെ അല്ലെങ്കിൽ ഞാൻ ടൈം പറഞ്ഞു. ഞാൻ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞോളൂ. ഇന്ന് വേണമെങ്കിൽ സബ്മിറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെയല്ല, അതെ, പറഞ്ഞത് കാര്യം മനസ്സിലായി, കാര്യമാണെന്നുള്ളതും മനസ്സിലായി. അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത്. രാവിലെ ഓക്കെ ആണോ? നമുക്കൊരു 10 മണി ഫിക്സ് ചെയ്താലോ? ഓക്കെയാണ് സാർ. ഇന്നും നാളെയും കൊണ്ട് സബ്മിറ്റ് കേട്ടില്ല. ആഫ്റ്റർനൂണിലാണ് വലിയ കുഴപ്പമില്ലായിരുന്നു. അത്രയും ടൈം കിട്ടുമായിരുന്നല്ലോ. ആഫ്റ്റർനൂൺ ഉച്ചക്ക് മുമ്പായിട്ട്. ഓക്കെ, നമുക്കത് ബുദ്ധിമുട്ടുള്ള അല്ല, കാര്യം 10 പ്രൊജക്ട് ഇല്ലേ സാറേ? അപ്പൊ അത്രയും നമ്മൾ ചെക്ക് ചെയ്യണം. നമുക്ക് മാക്സിമം ഔട്ട്കം വരുന്ന രീതിക്ക് നമുക്ക് മാക്സിമം പ്രൊജക്ട് ചെക്ക് ചെയ്യാൻ പറ്റണ്ടേ? നമുക്ക് മാക്സിമം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമെന്ന്. ഓക്കെ, നമുക്ക് മനസ്സിലായി കാര്യങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞത് ആകെ ഒരു ബുദ്ധിമുട്ടുള്ളൂ. നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനെ കൊണ്ട് ബുദ്ധിമുട്ട് വരുന്നില്ല. നിങ്ങളുടെ സൈഡിലാണ് ബുദ്ധിമുട്ട്. കാരണം 13-ാം തീയതി എന്തായാലും നമ്മൾ ഫസ്റ്റ് വീക്ക് റിവ്യൂ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് പ്രൊജക്ട് പ്ലാനിങ്ങിന് ആ ഒരു സമയം, ഇപ്പൊ നാളെ 8-ാം തീയതി ആണല്ലോ, പിന്നെ 13-ലോട്ടുള്ള ആ ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആ ഒരു എന്താണ് പ്ലാനിങ് ചെയ്യേണ്ടി വരും. സോ നിങ്ങളുടെ ഭാഗത്ത് തന്നെ ആയിരിക്കും ടൈമിനൊരു ഇഷ്യൂ വരിക. നമുക്കതിൽ പ്രശ്നമുള്ള കാര്യമല്ല. ഉച്ച എന്ന് പറയുകയാണെങ്കിൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ നിങ്ങളുടെ കാര്യങ്ങളും നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യണം. പറഞ്ഞ് മനസ്സിലായി. ഇതാണ് ഇപ്പൊ കാരണം. ഇപ്പൊ നമുക്ക് ഓരോരുത്തരുടെ ടോപ്പിക്ക് ഇത് പേരുണ്ടിട്ട് ഹെഡിങ് കൊണ്ടിട്ട് എടുത്തിട്ട് കാര്യമില്ലല്ലോ. കുറച്ചൊക്കെ ഉള്ളിലേക്ക് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് കൂടുതൽ നോക്കിയാലുള്ള മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് പറഞ്ഞോളൂ. ഇന്ന് തന്നെ സബ്മിറ്റ് ചെയ്യണം. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഒരു ടോപ്പിക് എടുത്താൽ മതിയല്ലോ. പക്ഷെ കുറച്ച് പകുതി ആകുമ്പോ ഇതാണ് ചിലപ്പോ ഈ പകുതി ആകുമ്പോ വേണ്ട ഇത് എടുക്കണ്ടായിരുന്നു ചിലപ്പോ അങ്ങനെ വരാലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞോളൂ. കുഴപ്പമൊന്നുമില്ല. ഇന്ന് തന്നെ സബ്മിറ്റ് ചെയ്യണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല.
ഓക്കെ, അങ്ങനെ ഒരു സജഷൻ വന്ന സ്ഥിതിക്ക് നമുക്ക് അങ്ങനെ തന്നെ പോവാം അശ്വിൻ. അതായിരിക്കും ബെറ്റർ. നമുക്ക് അവർക്ക് ടൈം കൊടുക്കാം. നാളെ എന്തായാലും ഉച്ചതിന്റെ മുൻപേ അവർ സബ്മിറ്റ് ചെയ്തോട്ടെ. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, 13-ാം തീയതി എന്തായാലും നിങ്ങളുടെ പ്രൊജക്ട് പ്ലാനിങ്, അതായത് ഫസ്റ്റ് വീക്കിന്റെ റിവ്യൂ ഉണ്ടാവും. അപ്പോൾ സെലക്ട് ചെയ്തിട്ട് അതിന്റെ വർക്ക് നാളെ തന്നെ തുടങ്ങിക്കോളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് മുൻപ് സബ്മിറ്റ് ചെയ്യുന്ന രീതിയിൽ ഫിക്സ് ചെയ്യാം. ഓക്കെ ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ സാർ. സാറേ, ഈ പറഞ്ഞ പ്രൊജക്റ്റ് ഒന്ന് പറഞ്ഞുതരാമോ? എന്താ ഇപ്പൊ എന്താണ് മെച്ചം എന്ന് പറയാമോ? ഇതെടുത്താ ഏതായിരിക്കും ഇച്ചിരി ബെറ്റർ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. നിങ്ങളുടെ സൈഡിൽ നിന്ന് ആയിരുന്നെങ്കിൽ ഇച്ചിരി കൂടി, നിങ്ങളിപ്പോ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, ഇന്ന സാധനങ്ങൾ ഇന്നൊക്കെ ഉണ്ടാവും, കൂടുതൽ ഇന്ന ടോപ്പിക്കുകളൊക്കെ കവർ ചെയ്ത് പോകും, ഇന്ന അഡ്വാൻറ്റേജുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. അങ്ങനെ നിങ്ങളുടെ സൈഡിൽ നിന്ന് അറിയാൻ പറ്റി ഇച്ചിരി കൂടി എളുപ്പമായിരിക്കും ഞങ്ങൾക്ക് അറിയാനായിട്ടാണെങ്കിലും ഞങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ടാണെങ്കിലും. എല്ലാവരുടെയും ചോയ്സ് പറയാതായിരിക്കും. സോ നമ്മൾ ഈ പ്രൊജക്ട് ചെയ്യാന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ഇത്ര കാലം പഠിച്ചത് ജസ്റ്റ് തിയറീസും കൺസെപ്റ്റ് ക്ലിയർ ആക്കുക എന്നുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് ഒരുമിച്ച് ഇംപ്ലിമെന്റ് ചെയ്യുക, അതായത് റിയൽ ടൈമിലോട്ട് നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ഒരു പ്രൊജക്ട് നമ്മൾ റെസ്യൂമിൽ ആഡ് ചെയ്തിട്ട് നമ്മുടെ സ്കില്ല് ഹയറിംഗ് ഒഫീഷ്യൽസിന് ഷോക്കേസ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. സോ ഈ 2 കാര്യങ്ങളും മനസ്സിൽ വെക്കുക. എന്നിട്ട് മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാവരുടെ കാലിബറും സെയിം ആയിരിക്കണമെന്നില്ല. ഇപ്പോൾ ഇ-കൊമേഴ്സ് നമുക്കറിയാം കുറച്ചുകൂടെ ലെങ്തി ആയിട്ടുള്ള ഒരു പ്രൊജക്ട് ആയിരിക്കും. അതിൽ കാർട്ട്, വിഷ്ലിസ്റ്റ്, ഒരുപാട് ലോജിക്കും കാര്യങ്ങളും വരുന്ന അത്യാവശ്യം ഒരു വലിയൊരു എന്താ പറയുക ടോപ്പിക്കാണ് ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ നേരെ മറിച്ച് ചെറിയൊരു രീതിയിലോട്ട് ഇപ്പോൾ ഒരു റെന്റൽ കാർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് മിനിമലായിട്ടൊക്കെ ചെയ്യാൻ പറ്റും. സോ എല്ലാ സ്റ്റുഡൻസിനെയും നമുക്ക് സെയിം സ്കെയിൽ വെച്ച് മെഷർ ചെയ്യാൻ പറ്റില്ലല്ലോ. സോ ഒരു എന്താ പറയുക അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം, അഡ്വാൻസ്ഡ് ലെവലിലോട്ട് പോകാൻ പറ്റുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രൊജക്റ്റ് തന്നെ ചൂസ് ചെയ്യാം. പക്ഷേ ഒരു ചെറിയ ടൈം പീരീഡിനുള്ളിൽ ഇത്രയും വലിയ കാര്യം ചെയ്തു തീർക്കാൻ പറ്റാത്ത സ്റ്റുഡൻസ് ഉണ്ടാവും, അവരെയും നമ്മൾ കൺസിഡർ ചെയ്യണമല്ലോ. സോ അതുകൊണ്ട് സാറൊന്നും എല്ലാം ഒന്ന് പറഞ്ഞു ഇന്ന സാധനങ്ങളാണ് ഒന്ന് പറയുമായിരുന്നെങ്കിൽ. ഇപ്പൊ സാർ ഇ-കൊമേഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ കുറച്ച് കാര്യം മനസ്സിലായി. ഇവിടെ കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇവിടെ കോംപ്ലക്സ് ആയിട്ടുള്ള ലോജിക് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്, അത് മനസ്സിലായി. അത് ബാക്കി ഒന്നും കൂടി പറയുമായിരുന്നെങ്കിൽ ഇച്ചിരി എളുപ്പമായിരുന്നു, ചൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കും എല്ലാവർക്കും. ഓരോ പ്രൊജക്റ്റും എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്തായിരിക്കും അഡ്വാൻറ്റേജ്, ഇന്ന കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് പോകും. അപ്പൊ നമ്മൾ പഠിച്ചൊക്കെ ആണെങ്കിൽ നമുക്ക് റീകളക്ട് ചെയ്യാൻ പാടായിരിക്കുമല്ലോ. നമ്മൾ കഴിഞ്ഞ സാറ് പറഞ്ഞ പോലെ, സാറ് പറഞ്ഞ പോലെ സാറ് പറഞ്ഞപ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലായത്. ഇന്ന കാര്യങ്ങൾ ഇന്ന ഉപയോഗിക്കും എന്നൊക്കെ പറഞ്ഞപ്പോ. അപ്പൊ ഇത് സാറുമാര് ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ. സാറുമാർ ഇപ്പൊ വർക്ക് ചെയ്യണം, കറന്റ് വർക്ക് ചെയ്യണായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ ഇന്ന ടെക്നോളജികൾ ഉപയോഗിക്കുന്നുണ്ട്, ഇന്ന കാര്യങ്ങൾ ഉപയോഗിക്കണം. ഞങ്ങളിത് 1 by 1 ആയിട്ട് റിസർച്ച് ചെയ്യുവാണെങ്കിൽ കുറെ ടൈം പോകും. ഈ പറഞ്ഞ ആൾക്കാർക്ക് ഇച്ചിരി കൂടെ എളുപ്പമായിരിക്കും അണ്ടർസ്റ്റാൻഡ്. എനിക്ക് എന്റെ കാര്യമാണെങ്കിൽ ഇച്ചിരി കൂടെ എനിക്ക് എളുപ്പമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. പറഞ്ഞ ഇച്ചിരി കൂടെ എളുപ്പമായിരിക്കും ചൂസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ. അതായത് ഞാൻ ചോദിച്ചത്. ഓക്കെ, സോ നമ്മുടെ പ്രൊജക്റ്റിൽ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മുടെ പേയ്മെന്റ് ഇന്റഗ്രേഷൻ ഒക്കെ കോമൺ ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട. ഏത് എന്താണ് പ്രൊജക്ട് ചൂസ് ചെയ്താലും പേയ്മെന്റ് ഇന്റഗ്രേഷൻ നമുക്ക് ഓൾറെഡി വരും. ഒന്നാമത്തെ കാര്യം അത്. പിന്നെ നമ്മൾ വരുന്നത് ഡിസൈനിങ് പാർട്ടിലാണ്. അതായത് ഇപ്പോൾ ഒരു മൂവി, ഇപ്പൊ നമുക്കവിടെ മൂവി ടിക്കറ്റ് ബുക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊജക്ട് ഉണ്ട്. ആ ഒരു കേസിൽ വരുമ്പോൾ നമുക്ക് ഡിസൈനിങ് ഒക്കെ കൂടുതൽ താല്പര്യമുള്ള ആൾക്കാർ, നിങ്ങളൊക്കെ മൂവി ടിക്കറ്റ് സൈറ്റിൽ കയറി ബുക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഒരു UI കണ്ടിട്ടുണ്ടാവില്ല, ഒരുപാട് സീറ്റ്സും ആ സീറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ആ പെർട്ടിക്കുലർ വണ്ണ് മാത്രം സെലക്ട് ചെയ്യുക, അത്തരം കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ. സോ അത് കുറച്ചുകൂടെ ലോജിക്കലായിട്ട് നമ്മൾ തിങ്ക് ചെയ്യേണ്ട കാര്യം ഡിസൈനിങ് പാർട്ടിലും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമാണ്. സോ ഡിസൈനിങ്ങിൽ ഇഷ്ടപ്പെടുന്നവരും കോംപ്ലക്സ് ആയിട്ടുള്ള ലോജിക് ഇഷ്ടപ്പെടുന്നവരൊക്കെ അത്തരത്തിലുള്ള പ്രൊജക്ട് ചൂസ് ചെയ്താൽ മതി. അതായത് മൂവി ബുക്കിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, കോമൺ ആയിട്ട് എല്ലാത്തിലും വരുന്നത് പേയ്മെന്റ് ആണ്. പിന്നെ ലോജിക്കിൽ ചെറിയ ഡിഫറൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മുടെ ലേണിംഗ് ഡാഷ്ബോർഡ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ നമ്മുടെ എൻട്രി ആപ്പ് പോലെ തന്നെ അറിയാലോ, ഒരുപാട് വീഡിയോസ് ഒക്കെ ആഡ് ചെയ്ത് വെക്കാൻ പറ്റും. എന്നിട്ട് ഒരുപാട് ക്ലാസ്സസ്, നമുക്ക് നോട്ട്സ് ഒക്കെ, ഡോക്യുമെന്റ്സ് ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അത്തരത്തിൽ ഫയൽ അപ്ലോഡിങ്സും വീഡിയോസും ഇമേജസും ഒക്കെ ഡീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രൊജക്ട് ആണെങ്കിൽ ലേണിംഗ് ഡാഷ്ബോർഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ജോബ് പോർട്ടൽ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ലിങ്ക്ഡിൻ, നിങ്ങൾ മോസ്റ്റ് പ്രോബബ്ലി യൂസ് ചെയ്യുന്നത് ലിങ്ക്ഡിൻ ആയിരിക്കും. ലിങ്ക്ഡിന്റെ ലെവലിലോട്ട് പോകണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് ഇൻഡീഡ് ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഇൻഡീഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, 2 മൊഡ്യൂൾ ഉണ്ടാവും. അതായത് ഞാനൊരു ജോബ് സീക്കർ ആയിരിക്കും, മറ്റുള്ള ഒരാൾ ഒഫീഷ്യൽ ആയിരിക്കും, അയാളായിരിക്കും നമ്മുടെ ജോബ് പോസ്റ്റ് ചെയ്യുക. സോ അതും നമുക്ക് എങ്ങനെ ചെയ്യാം, 2 രീതിയിൽ 2 മൊഡ്യൂളായിട്ട് ചെയ്യാം. ഒരു കമ്പനിയുടെ സൈഡിൽ നിന്ന് ഒരാൾ ജോബ് പോസ്റ്റ് ചെയ്യുന്നു, അത് നമ്മളൊരു ജോബ് സീക്കർ എന്ത് ചെയ്യുന്നു, നമ്മുടെ സൈഡിൽ നിന്ന് വന്ന് നമ്മളത് ആക്സസ് ചെയ്യുന്നു, നമുക്കത് വേണ്ട രീതിയിൽ അപ്ലൈ ചെയ്യാനോ ഡിനേ ചെയ്യാനോ ഒക്കെ പറ്റുന്നു.
സോ അതും നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. അവിടെ ഈ ജോബ് പോർട്ടൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ നമുക്ക് പേയ്മെന്റ് ഇന്റഗ്രേഷൻ വരാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ പിന്നെ ക്രിയേറ്റ് ഫുഡ് ഓർഡർ, അത് ഞാൻ കൂടുതൽ പറയണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഈ കാണുന്ന സ്വിഗ്ഗി, സൊമാറ്റോ, ഇതൊക്കെ അതിൻ്റെ ഒരു എക്സാമ്പിൾസ് ആണ്. അതിൽ പേയ്മെന്റ് വരുന്നുണ്ട്. UI-ലും അത്യാവശ്യം വർക്ക് ചെയ്യേണ്ടി വരും, കാരണം നമ്മൾ ഫുഡ്സിന്റെ മൾട്ടിപ്പിൾ ഇമേജസ് നമ്മൾ ആഡ് ചെയ്യുമല്ലോ. അതുപോലെ അതിൽ വേണമെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഫീച്ചറാണ് മാപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫുഡ് ഡെലിവറിയിൽ. പക്ഷേ ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല, കാരണം അത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. അതുപോലെ തന്നെ ഗൂഗിൾ APIസിന് എൻ്റെ ഒരു അറിവിൽ നമ്മൾ ക്രെഡിറ്റ് കാർഡ് വെച്ച് അക്കൗണ്ട് എടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു ഗൂഗിൾ APIs കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ലൈബ്രറി മാപ്പ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഏതായിരുന്നു? മാപ്പ് ബോക്സ് ആണോ? ലീഫ്ലെറ്റ് റിയാക്ട് ലീഫ്ലെറ്റ് അല്ലേ? അത് നമ്മുടെ മാപ്പിന്റെ ഇതാണോ? ലോഞ്ചിറ്റ്യൂഡ് കസ്റ്റം മാപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് നമ്മളിപ്പോ എന്താണെന്ന് വെച്ചാൽ യൂസറെ ഇപ്പൊ ഞാൻ എൻ്റർ ചെയ്യുന്ന ലൊക്കേഷന്റെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും കൊടുക്കുമല്ലോ. അപ്പൊ അത് അവർ നമ്മുടെ എക്സാക്ട് പൊസിഷൻ സ്പോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ആ ലൈബ്രറി വെച്ചിട്ട്? ഇല്ല, ഇന്റർഫേസ് മാത്രം അതുകൊണ്ട് നമുക്ക് ഓക്കെ, ആ പറഞ്ഞ ലൈബ്രറി എനിക്ക് തോന്നുന്നത് നമുക്ക് ആ ഒരു ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ലൈവ് ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാനും അതുപോലെ നമ്മൾ എവിടെ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് ട്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് ഡൗട്ട് ഉണ്ട്. ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, സോ ഹലോ പറഞ്ഞോളൂ. സാറേ, പിന്നെ ഓല മാപ്സ് ഇപ്പോ 1 year ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഏതാണ്? ഓല മാപ്സ് പുതിയതായിട്ടുള്ള ഓല മാപ്സ്. അത് ഈ പറഞ്ഞത് ചെയ്യാൻ പറ്റുമോ നമ്മള് ലൊക്കേഷൻ? കറക്റ്റ് നോക്കില്ല, ഞാൻ ജസ്റ്റ് ഡോക്സ് വായിച്ചോളൂ. കറക്റ്റ് യൂസ് ചെയ്യാൻ നോക്കിയിട്ടില്ല. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. അത്തരത്തിൽ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ ഒരു എന്തായിരുന്നു ഫുഡ് ഓർഡർ ഡെലിവറിന്റെ വെബ്സൈറ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ഹോസ്പിറ്റൽ പേഷ്യന്റ് കെയർ, അത് നമ്മൾ വളരെ മിനിമലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ പേഷ്യൻസിന്റെ റെക്കോർഡ്സ് സൂക്ഷിക്കുക, അതുപോലെ കൺസൾട്ടൻസിന് വേണമെങ്കിൽ നമുക്ക് ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യുക, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ചെയ്യാൻ പറ്റും. ഇ-കൊമേഴ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയുകയാണ്, കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യണം, കൂടുതലായിട്ട് ലോജിക് എക്സ്പ്ലോർ ചെയ്യണം, സ്കില്ല് ഡെവലപ്പ് ആവണം എന്നുള്ളവരെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യാറ് ഇ-കൊമേഴ്സ് ആണ്. പക്ഷെ എല്ലാവരും എടുക്കണം എന്നല്ല, ഞാൻ പേഴ്സണലി ഒരു സജഷൻ പറഞ്ഞതാണ് ഇ-കൊമേഴ്സ്. കാരണം അതിൻ്റെ അകത്ത് നമ്മൾ ഒരുപാട് ലോജിക്സ് നമ്മൾ ഹാൻഡിൽ ചെയ്യും. ഈ കാർട്ടിൽ നമ്മൾ എന്താ എമൗണ്ട് ഹാൻഡിൽ ചെയ്യുന്ന രീതികളും ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യുന്നതും റെഫറൻസ് ഒക്കെ വെച്ച് സ്റ്റോർ ചെയ്യുന്ന രീതികളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ഏറ്റവും ബെറ്റർ ഇ-കൊമേഴ്സ് ആണ് എൻ്റെ ഒരു ഓപ്ഷനിൽ. പക്ഷെ നമ്മൾ ഇത്രയും ഓപ്ഷൻ കൊടുക്കാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, എല്ലാ സ്റ്റുഡൻസിനും കാലിബർ സെയിം ആയിരിക്കണമെന്നില്ല. പിന്നെ മറ്റൊരു കാര്യം, ഇ-കൊമേഴ്സ് ഇപ്പോൾ ഓൾറെഡി നമുക്കറിയാം യൂട്യൂബിലും നമ്മുടെ നെറ്റിലൊക്കെ ഓൾറെഡി ഒരുപാട് ട്യൂട്ടോറിയൽസ് കിടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു ട്യൂട്ടോറിയൽ ഫോളോ ചെയ്തിട്ട് സെയിം കോഡ് കോപ്പി പേസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ആവില്ല, നമ്മൾ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, സോ ഇ-കൊമേഴ്സ് എടുക്കുന്നവർ ഒരിക്കലും ഒരു കറക്റ്റ് ട്യൂട്ടോറിയൽ ഫോളോ ചെയ്തിട്ട് സെയിം കോഡ് കോപ്പി പേസ്റ്റ് ചെയ്യാതെ സ്വന്തമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ മൂവി ടിക്കറ്റ് ഞാൻ പറഞ്ഞല്ലോ, UI-ലും അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലോജിക്കും എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അത് എടുക്കുക. സപ്പോർട്ട് ഡെസ്ക് ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലായിരുന്നു, ഞാൻ അതിലോട്ട് വരാം. കാർ റെന്റൽ വെബ്സൈറ്റ് ഞാൻ പറഞ്ഞല്ലോ, അത് നമുക്ക് വളരെ മിനിമലായിട്ട് ചെയ്യാൻ പറ്റും. കാർ റെന്റൽ വെബ്സൈറ്റ് ഞാൻ ഏതൊക്കെ സ്റ്റുഡൻസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അതായത് അഡ്മിൻ ഒരുപാട് കാർസ് ആഡ് ചെയ്യുന്നു, ഇവർ നമ്മുടെ യൂസർ സൈഡിൽ നിന്ന് വന്നിട്ട് ഡയറക്റ്റ് ബുക്ക് ചെയ്യാം. അതിൽ ഞാൻ കണ്ടത് മിനിമലായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത് അതിൽ പേയ്മെന്റ് പോലും ചെയ്യാതെ നമുക്ക് ഡയറക്റ്റ് വാട്സപ്പിലോട്ട് കൊടുക്കാമല്ലോ. അതായത് കണക്ട് വിത്ത് അഡ്മിൻ എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് വാട്സപ്പിലോട്ട് കൊടുക്കുന്നതൊക്കെ ആയിട്ട് ഞാൻ ഓപ്ഷൻ കണ്ടിട്ടുണ്ട്. പക്ഷേ കാർ റെന്റൽ എടുക്കുന്നവർ പേയ്മെന്റും കൂടെ ചെയ്തോളൂ, വളരെ മിനിമൽ ആക്കണ്ട. ഓക്കെ, പിന്നെ കാർ റെന്റലിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചർ ഫിൽട്ടർ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് പല കാറ്റഗറീസിലുള്ള കാർ ഉണ്ടാവും. SUV ഉണ്ടാവും, ഹാച്ച് പാക്ക് ഉണ്ടാവും, പ്രീമിയം കാർസ് ഉണ്ടാവും, അത്തരത്തിൽ പല പല കാർസ് ഉണ്ടാവും. അത്തരം കാറ്റഗറി ഫിൽട്രേഷൻ ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ കാർ റെന്റൽ വെബ്സൈറ്റ് ബെറ്റർ ആണ്. പിന്നെ ടർഫ് ബുക്കിംഗ് നോർമലായിട്ട് ചെയ്യുന്നതാണ്. നമ്മൾ ഒരുപാട് ടർഫിന്റെ ഇമേജ് ആഡ് ചെയ്യുന്നു. അതും ഞാൻ പറഞ്ഞ രീതിക്ക് ലൊക്കേഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ ടർഫ് ബുക്കിംഗ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടെ സ്കെയിൽ ചെയ്ത് വലിയൊരു പ്രൊജക്ട് ആക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അത് അശ്വിൻ, നമ്മൾ ഇപ്പോൾ പറഞ്ഞ ലൈബ്രറിയിലെ നമ്മൾ ഒരു സ്പോട്ട് കൊടുത്താൽ അത് കറക്റ്റ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അതായത് എന്റെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളൊരു ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും കൊടുത്താൽ മാപ്പിൽ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതും നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ടർഫ് ബുക്കിംഗിൽ നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. സോ അത്രയൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള കഴിവ് നിങ്ങൾക്കല്ലേ അറിയൂ. നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമെന്ന് കോൺഫിഡൻസ് തോന്നുന്ന പ്രൊജക്ട് നിങ്ങൾ എടുക്കുക. ഇതിൽ ഏത് പ്രൊജക്ട് എടുത്താലും നിങ്ങളൊരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ആ പ്രൊജക്റ്റിൽ നിങ്ങൾ എഴുതിയ കോഡിംഗ് സ്റ്റാൻഡേർഡും നിങ്ങളുടെ ആ പ്രൊജക്ടിന്റെ ഐഡിയ ഒക്കെ വെച്ചിട്ട് തന്നെയാണ് അവർ നിങ്ങളെ വിലയിരുത്തുക. അപ്പൊ ഈ ഒരു ടോപ്പിക്ക് ഏത് സെലക്ട് ചെയ്താലും നിങ്ങളെ മാക്സിമം ചെയ്യാന്നുള്ളതാണ് ചെയ്യേണ്ടത്.
വേറെ ഈ നമ്മുടെ ടോപ്പിക്ക് മാറിയത് കൊണ്ടൊന്നും ഒരിക്കലും നിങ്ങളെ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടില്ല. ഓക്കെ. ഓക്കെ സാർ, പിന്നെ ഈ ബാക്ക് എൻഡ് നമ്മൾ സാധാരണ റണ്ടറിൽ ഹെരോക്കുല് പോസ്റ്റ് ചെയ്യല്ലേ, ഈ റണ്ടറിൽ പോലും പേസ് വെക്കുന്നുണ്ട് ഹോസ്റ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ വെർസലിൽ ഹോസ്റ്റ് ചെയ്യണ രീതിയിൽ ഒരു സെർവർലെസ് ആയിട്ട് ഇവന്റ് ഡ്രിവൺ ആയിട്ടുള്ള രീതിയിൽ അതിൽ ചെറിയൊരു ക്ലാസ് എന്തെങ്കിലും വെക്കാൻ പറ്റുമോ? ഓക്കെ, നമ്മൾ ഹോസ്റ്റിങ്ങിനെ പൊതുവെ പറ്റി നമുക്ക് അതെ ഹോസ്റ്റിംഗ് നമ്മൾ വേഴ്സലായാലും ജനറലി ചെയ്യാൻ പറ്റുന്നില്ലേ? അതെ. ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ നമ്മൾ പൊതുവെ റണ്ടർ ആയിരുന്നു പ്രിഫർ ചെയ്തത്. നമുക്ക് അവരിപ്പോ ആലോചിക്കാം. പേസ് കഴിക്കണ്ടേ, ഇതുപോലെ ടൈം എന്തോ കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട്. അത് എനിക്ക് തോന്നുന്നു ഫ്രീ ടയേഴ്സ് എല്ലാം അങ്ങനെയാണ്. എൻ്റെ ഒരു ഓർമ്മയിൽ 1 ഇയർ ആണെന്ന് തോന്നുന്നു. 1 ഇയർ ആയിരുന്നു. EC2 ഒക്കെ 1 ഇയർ ആയിരുന്നു. AWS ഒക്കെ 1 ഇയർ ആയിരുന്നു. റെൻഡറിന്റെ ടൈം ലിമിറ്റ് ചെയ്യാൻ മറന്നു. ഓക്കെ, അങ്ങനെ ഒരു സജഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഓക്കെ ഈ ഒരു നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിനെപ്പറ്റി ക്ലാസ് വെക്കാൻ പറ്റുമെന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്യാം. എന്തായാലും ലാസ്റ്റിലോട്ടല്ലേ, അവിടെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് അതിലൊരു ക്ലാരിറ്റി വരുത്താം. ഓക്കെ. ഓക്കെ സാർ, ഈ സെക്ഷന്റെ റെക്കോർഡ് ഉണ്ടാവോ? വീഡിയോ ഉണ്ടാവോ? ഏതാ ഓറിയന്റേഷൻ ആണോ ഇപ്പൊ ചെയ്താണോ? ഇപ്പൊ ചെയ്തത് ഞാൻ ആ ഫസ്റ്റ് ഭാഗമൊന്നും കേട്ടില്ല. ആ നോഷന്റെ കേസ് ഞാൻ ലേറ്റ് ഓക്കെ ആയി. ഓക്കെ, റെക്കോർഡിംഗ് ഉണ്ടായിരിക്കും. ഷെയർ ചെയ്യാൻ പറയാം. ആ ഓക്കെ. വേറെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് സെഷൻ അവസാനിപ്പിക്കാം. സാർ, എല്ലാ പ്രോജക്റ്റിന് ഇപ്പൊ ഏത് പ്രോജക്റ്റ് എടുത്താലും നമ്മൾ അഡ്മിൻ പാനലിൽ മസ്റ്റ് ആയിട്ട് ചെയ്യണോ? അഡ്മിൻ പാനലേ മസ്റ്റ് ആയിട്ട് ചെയ്യണോ? പറഞ്ഞത് കേട്ടില്ല. അഡ്മിൻ പാനൽ നമ്മൾ മസ്റ്റ് ആയിട്ട് ഓൾമോസ്റ്റ് ചെയ്യണോ? മിക്ക പ്രൊജക്റ്റിലും അഡ്മിൻ പാനൽ ഉണ്ടായിരിക്കും. ഓൾമോസ്റ്റ് ഓക്കെ നമ്മൾ സാർ, നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ അറിയാം. സാർ, താങ്ക് യു. ലോജിക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഓൾമോസ്റ്റ്. ഓക്കെ. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് സെഷൻ അവസാനിപ്പിക്കാം. പറഞ്ഞോളൂ. നമ്മളൊരു ഈ മൂവി ടിക്കറ്റിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് ഈ അതെ. തിയേറ്ററും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് അത് തേർഡ് പാർട്ടി API യൂസ് ചെയ്തിട്ടാണോ? തിയേറ്റർ കാണിക്കുന്നത് നമ്മൾ തന്നെ ബാക്ക് എൻഡ് ക്രിയേറ്റ് ചെയ്താൽ മതി. അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. നമ്മൾ തന്നെ ബാക്ക് എൻഡിൽ തിയേറ്ററിന്റെ ലിസ്റ്റിംഗ് ഒക്കെ ചെയ്ത് ഒരു മോഡലൊക്കെ ക്രിയേറ്റ് ചെയ്ത് തിയേറ്ററിന് വേണ്ടിയിട്ട് മോഡല്, അതുപോലെ സീറ്റിനും കാര്യങ്ങൾക്കും വേണ്ടി സെപ്പറേറ്റ് മോഡൽ ക്രിയേറ്റ് ചെയ്ത് അത് ഷോക്കേസ് ഫ്രണ്ടിലേക്ക് പാസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഹലോ സാർ, അപ്പൊ ഈ ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്നത് നമ്മള് ഫേക്ക് സ്റ്റോർ വെച്ചണത് വേറെ എന്ത് വെച്ചിട്ടാ? നമ്മുടെ മോങ്കോഡിബിയിലാണ് സ്റ്റോർ ചെയ്യുന്ന ഡാറ്റാസ്. അതല്ല, നമ്മളിപ്പോ API ഇല്ലേ, API നമ്മളെ ഇപ്പൊ തിയേറ്ററിന്റെ ആണെങ്കിൽ ഡീറ്റെയിൽസ് ഒക്കെ ഇല്ലേ, ഇപ്പൊ ഈ സ്ഥലത്ത് തിയേറ്ററിന്റെ അതിന്റെ ഒക്കെ ഡീറ്റെയിൽസ് നമുക്ക് എങ്ങനെ എടുക്കത്? അത് നിങ്ങൾ റാൻഡം ആയിട്ട് ചെയ്താൽ മതി. ഒറിജിനൽ തിയേറ്റേഴ്സിന്റെ ഡീറ്റെയിൽസ് തന്നെ വേണമെന്നില്ലല്ലോ. നമുക്ക് സ്വന്തമായിട്ട് ബിൽഡ് ചെയ്താൽ മതി. നിങ്ങളിപ്പോ വേണമെങ്കിൽ ഒരു ഒറിജിനൽ ആയിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടുമല്ലോ ഡീറ്റെയിൽസ്. ഈ ഫേക്ക് സ്റ്റോർ അങ്ങനെ കിട്ടുമോ? അത് ചെയ്യാൻ നിൽക്കണ്ട. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതില് എല്ലാ ഡാറ്റാസും ഉണ്ടായിരുന്നു വരില്ല. മിനിമൽ ഡാറ്റ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലത്തെ ഡാറ്റാസ് എടുത്തിട്ട് നിങ്ങളേതായിട്ട് കുറച്ചും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡാറ്റാബേസിലേക്ക് പുഷ് ചെയ്യാം. അപ്പൊ അത്യാവശ്യം കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളിപ്പോ മൂവി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് എല്ലാം ഒരു മൂവിയുടെ ആപ്പ് അതിൽ പോയി കഴിഞ്ഞാൽ എല്ലാം കിട്ടുമല്ലോ. നിങ്ങൾക്ക് വേറെ ഒരിടത്തിലും പോകേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ സംശയങ്ങൾ? ക്ലിയർ ആണല്ലോ? സാർ, അതെ, ഈ 13-ന് റിവ്യൂ ഉണ്ടാവുന്ന പറഞ്ഞില്ല. അപ്പൊ അത് ശരിക്കും എന്താ നമ്മുടെ സ്ട്രക്ചർ ആണോ അതിന്റെ? നിങ്ങൾ ചെയ്ത ടാസ്ക് ഇവാലുവേഷൻ ആയിരിക്കും. 1-on-1 റിവ്യൂ ആയിരിക്കില്ല. നിങ്ങൾ ടാസ്ക് സബ്മിറ്റ് ചെയ്തിട്ട് അത് ഇവാലുവേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി 1-on-1 റിവ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കാം. ഓക്കെ. അപ്പൊ നമ്മള് ഇപ്പൊ നമ്മളിപ്പോ സ്റ്റാർട്ടിംഗ് ഇപ്പൊ നോഷന്റെ കേസ് പറഞ്ഞില്ലേ, അപ്പൊ അത് എങ്ങനെയാ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് വീക്കിലത്തെ ടാസ്ക് ഞാൻ ഷെയർ ചെയ്യാം. അതായത് ഡാറ്റാബേസ് മോഡലും അതുപോലെ വയർ ഫ്രെയിമിംഗ് ആണ് ഫസ്റ്റ് വീക്കിൽ വരുന്നത്. അത് നിങ്ങൾ ഇപ്പോൾ തേർഡ് പാർട്ടി ഒരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ ചെയ്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ അതിന്റെ ലിങ്കോ ഞങ്ങൾക്ക് നോഷൻ ഷെയർ ചെയ്തിട്ട് നോഷന്റെ ലിങ്ക് ഫോമിൽ സബ്മിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഓരോ വീക്കിലും ഓരോ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ ആ ഫോമിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റും. അതിന്റെ ഒപ്പം തന്നെ ഏതാണോ നിങ്ങളുടെ മെൻറ്റർ അവർക്ക് ആ നോഷന്റെ ആ പേജിന്റെ ആക്സസും കൊടുക്കണം. ഓക്കെ. അപ്പൊ അത് ഈ ഫസ്റ്റ് വീക്കിൽ തന്നെ അത് ചെയ്യേണ്ടി വരും. അതെ.
സാറേ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. പറഞ്ഞോളൂ. നമ്മുടെ ഈ കൊമേഴ്സ് ആപ്ലിക്കേഷന്റെ പ്രൊജക്റ്റിൽ എത്ര കാറ്റഗറി, എത്ര പ്രൊഡക്ട്സ് വേണം, അങ്ങനെ ഉണ്ടോ? മിനിമം എത്ര വേണമെന്നുണ്ടോ? മിനിമം എന്ന് പറഞ്ഞിട്ട് ഒന്നില്ല. നമ്മളൊരു 10-20 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രൊജക്ട് ഒരു ഫിൽട്ടർ ചെയ്യാനൊക്കെ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, അതാ അതൊക്കെ ചോദിച്ചത്. ഒരു നിങ്ങളുടെ ആവറേജ്. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാതെ. പക്ഷെ നമുക്ക് എന്താ കാഴ്ചയിൽ കാണുമ്പോൾ ഒരു 10-20 പ്രൊഡക്റ്റ് കാണുന്നതല്ലോ, അതുപോലെ ഇൻക്ലൂഡ് ചെയ്യാം നമുക്ക്. പിന്നെ ഇതൊക്കെ ബിൽഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ജസ്റ്റ് ഈ റിവ്യൂ പാസ്സായി പോകാൻ വേണ്ടി മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഭാവിയിൽ ഒരു ജോബ് സീക്ക് ചെയ്യുമ്പോൾ അതിൽ നിങ്ങളുടെ പ്രൊജക്ടിന്റെ ക്വാളിറ്റി കൂടി ചെക്ക് ചെയ്യും. അപ്പൊ ഡിസൈൻ ചെയ്യുമ്പോഴും അതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും ആ ഒരു ക്വാളിറ്റി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. ഓക്കെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം? ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സാർ ഇനി പറഞ്ഞ വെച്ച് നോക്കുമ്പോ നമുക്ക് 9-ാം തീയതിയാണ് ക്ലാസ് അല്ലേ? 9-ാം തീയതിയാണ് അടുത്ത ക്ലാസ്. അല്ല 9-ാം തീയതി അല്ല, 9-ാം തീയതി സാറ്റർഡേ അല്ലേ? അല്ല, 9-നാണ് ക്ലാസ് വരുന്നത്, 13-നാണ് റിവ്യൂ വരുന്നത്. ഓക്കെ, 9 ഫ്രൈഡേ. അത് ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഷീറ്റ് വേണമെങ്കിൽ എല്ലാം എന്തായാലും കോർഡിനേറ്ററിനോട് ഷെയർ ചെയ്യാൻ പറയാം. റിവ്യൂവിന്റെ അതൊരു ക്ലാസ് റിവ്യൂ ക്ലാസ് അല്ല, നിങ്ങൾ ചെയ്ത ടാസ്ക് പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് റിവ്യൂ എന്ന് പറയുന്നത്. പിന്നെ 9-ാം തീയതി കൂടി ഉള്ള ഈ പ്രൊജക്ടിന്റെ ക്ലാസ്. പിന്നെ ഈ അല്ല, ഇതിന്റെ ഇടയിൽ ഉണ്ടായിരിക്കും വേറെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. 9 മാത്രമല്ല, അതിന്റെ ഷെഡ്യൂൾ നിങ്ങൾ ഷെയർ ചെയ്യാം. ഗ്യാപ്പ് ഇട്ട് ആയിരിക്കും, കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിരിക്കില്ല. ഗ്യാപ്പ് ഇട്ട് ആയിരിക്കും ക്ലാസ് ഉണ്ടായിരിക്കും. 1.5 ഇടം വെച്ചോ എന്തെങ്കിലും. ഓക്കെ, അപ്പൊ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാലോ. വേറെ ഒന്നും ഇല്ലല്ലോ ഇനി? ഓക്കെ, റോസ്മിൻ ഇത് ഷെഡ്യൂൾ ആണല്ലോ. ഓക്കെ, ഇതൊന്ന് ഗ്രൂപ്പിലേക്കും കൂടി ഷെയർ ചെയ്യാവോ? സ്ലാക്കിലും കൂടി ഒന്ന് ഷെയർ ചെയ്യാവോ? അപ്പൊ ഓക്കെ, നമുക്ക് സെഷൻ ക്ലോസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സർ.